ഒരു ഗാനം ആലപിക്കുന്നതായിരിക്കും. ഹല്ലേലൂയ. ബീന മാത്തി ഇപ്പോൾ ഒരു ഗാനം ആലപിക്കും. പാട്ടിനായി ക്ഷണിക്കും. നമുക്ക് പ്രാർത്ഥനയുടെ ആയിരുന്നു ആ പാട്ട് നമുക്ക് കേൾക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേലിൻ രാജാവേ, എൻ ദൈവമാം യഹോവേ, ഞാനങ്ങേ വാഴ്ത്തിയിടുന്നു, നന്മകളോർത്തിയിടുന്നു. ഇസ്രായേലിൻ രാജാവേ, എൻ ദൈവമാം യഹോവേ, ഞാനങ്ങേ വാഴ്ത്തിയിടുന്നു, നന്മകളോർത്തിയിടുന്നു. യേശുവേ, 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 നന്ദി നന്ദി നാഥ, അളവില്ല സ്നേഹത്തിനായി. നന്ദി നന്ദി നാഥ, അളവില്ല സ്നേഹത്തിനായി. തിരുക്കരമെന്നെ താങ്ങി വൻ പ്രതികൂലങ്ങളിൽ മുൻപോട്ടു യാത്ര ചെയ്യുവാൻ ബലമെന്നും നൽകിയതാ. തിരുക്കരമെന്നെ താങ്ങി വൻ പ്രതികൂലങ്ങളിൽ മുൻപോട്ടു യാത്ര ചെയ്യുവാൻ ബലമെന്നും നൽകിയതാ. യേശുവേ, 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 നന്ദി നന്ദി നാഥ, അളവില്ല സ്നേഹത്തിനായി. നന്ദി നന്ദി നാഥ, അളവില്ല സ്നേഹത്തിനായി. പകയ്ക്കുന്നവർ മുമ്പിലും തള്ളിയവർ മധ്യേയും മേശയൊരുക്കി എന്നെ മാനിച്ച സ്നേഹമേ. പകയ്ക്കുന്നവർ മുമ്പിലും തള്ളിയവർ മധ്യേയും മേശയൊരുക്കി എന്നെ മാനിച്ച സ്നേഹമേ. യേശുവേ, 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 നന്ദി നന്ദി നാഥ, അളവില്ല സ്നേഹത്തിനായി. നന്ദി നന്ദി നാഥ, അളവില്ല സ്നേഹത്തിനായി. എന്തു ഞാൻ പകരം നൽകും
ആയിരം പാട്ടുകളോ ജീവകാലം മുഴുവൻ രക്ഷയെ ഉയർത്തിയിടുമേ. എന്തു ഞാൻ പകരം നൽകും? ആയിരം പാട്ടുകളോ ജീവകാലം മുഴുവൻ രക്ഷയെ ഉയർത്തിയിടുമേ. യേശുവേ 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 നന്ദി നന്ദി നാഥ, അളവില്ല സ്നേഹത്തിനാ നന്ദി നന്ദി നാഥ, അളവില്ല സ്നേഹത്തിനാ നന്ദി നന്ദി നാഥ, അളവില്ല സ്നേഹത്തിനാ. താങ്ക് യു. ഈ പിള്ളേരിൽ പാട്ട് പാടുന്ന മക്കളെ എല്ലാം കർത്താവ് നല്ല ശബ്ദവും നല്ല സ്വരവും ഒക്കെയും കൊടുത്ത് അഭിഷേകം പറഞ്ഞ് പിന്നെയും അവിടുന്ന് മാനിപ്പാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. താങ്ക് യു ഫോർ ബ്യൂട്ടിഫുൾ സോങ്. ഹല്ലേലൂയ. കർത്താവ് ഐശ്വര്യമായി നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കാവുന്ന സമൃദ്ധിയായ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ പകുതിയാവുന്നു. ഹല്ലേലൂയ. തുടർമാനം ദൈവജനം സൂക്ഷിപ്പാൻ പോകുന്ന ദൈവഭക്തിനെ നമുക്ക് ദൈവങ്ങളിൽ ഏൽപ്പിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹാലേലുയ ഹാലേലുയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് നമ്മോട് ദൈവം പഠിപ്പിച്ചുകൊണ്ടിരുന്നതായ ഹാലേലുയ പാസ്റ്റർ ടോമി ജോസഫ് ഇന്ന് ഹാലേലുയ ശാരീരിക ക്ഷീണങ്ങളിലായിരിക്കുന്നതിനാൽ പരിപൂർണ സൗഖ്യം കർത്താവ് കൊടുക്കുവാൻ നാം പ്രാർത്ഥിക്കണം. ഇന്ന് ദൈവജനം ശുശ്രൂഷിക്കുന്നത് ഹാലേലുയ പാസ്റ്റർ എം.എ. തോമസ് ആകുന്നു. ഹാലേലുയ സ്തോത്രം. ഹാലേലുയ. നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവഭക്തന്മാരെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന ശാരീരിക ക്ഷീണങ്ങളിലും ഹാലേലുയായിരിക്കുന്ന എല്ലാ മക്കളെയും കർത്താവ് നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് പരിപൂർണ സൗഖ്യം കർത്താവ് കൽപ്പിക്കും. ഹാലേലുയ സ്തോത്രം സ്തോത്രം. വചനത്തിന്റെ വാതിലെ ദൈവഭക്തനെ തുറന്നു കൊടുക്കുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹാലേലുയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉത്സാഹിപ്പിക്കുന്ന ഒരാൾക്ക് ഹാലേലുയ ചുരുക്കമായ ശബ്ദവൃത്തി ആത്മാവ് നിറഞ്ഞ് പ്രാർത്ഥിക്കാതെ. ഹല്ലേലൂയ. പരിശുദ്ധ ദൈവമേ, സഖിപിതാവേ, അപ്പച്ച പിതാവേ, അവിടുത്തെ പാതപടത്തോട് നടത്തുവാൻ യേശുപ്പച്ച സ്തോത്രം. നല്ല ദൈവമേ, കർത്താവേ, സന്ധ്യാസമയം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്നതിന്റെ യേശുപ്പച്ച ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ സ്തോത്രം. കഴിഞ്ഞ നാളുകളൊക്കെ അത്ഭുതമായ ഞങ്ങൾ കർത്താവ് വഴി നടത്തി. ഹല്ലേലൂയ. കഴിഞ്ഞ നല്ല വാൽക്കാലം ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തന്നു. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം കർത്താവേ. അവിടുത്തെ കാര്യങ്ങളിൽ ഞങ്ങളെ സൂക്ഷിച്ചനായ സ്തോത്രങ്ങളിലേക്ക് നോക്കിയ പ്രകാശം അവിടെ മുഖം ലജ്ജിച്ചു പോയിട്ടില്ല. എളിയെന്നുള്ളയിച്ച ഹവ കേട്ടു. സകല കഷ്ടങ്ങൾ നിങ്ങളെ വിടുവിച്ച ദൈവത്തിന് ഹല്ലേലൂയ നന്ദിയോടെ വായിച്ച് സ്തുതിക്കുക. ഞങ്ങളുടെ ജോലി കാര്യങ്ങളുടെ പോക്കിലും വരല്ലേ ഞങ്ങൾ യാത്ര ചെയ്തപ്പോൾ ഡ്രൈവ് ചെയ്തപ്പോൾ അപ്പാ സ്വർഗീയ കൃപ ഞങ്ങളോട് കൂടിയതിനായ സ്തോത്രം കർത്താവേ. രക്തക്കോട്ടകളിൽ വഹിച്ചനായി നന്ദി യേശുവേ. നിന്റെ ദാസി പാടിയതുപോലെ യേശുപ്പച്ച അവിടുത്തെ സ്നേഹത്തിന് നന്ദി കർത്താവേ. നന്ദി കർത്താവേ. എത്ര ദൈവത്തെ സ്തുതിച്ചാലും മതിവരാതവണ്ണം ഹല്ലേലൂയ സ്തോത്രം. സർവ്വമാനവും മഹത്വവും പോയിച്ച് എൻ്റെ യേശുപ്പച്ച ഞങ്ങൾ കർത്താവേ രാത്രികാലം ഒരുമിച്ച് പ്രളയൻ കുടുംബമായി എൻ്റെ യേശുപ്പച്ച ഞങ്ങൾ നന്ദി പറയുകയാണ് കർത്താവേ. സ്തോത്രം ലൈനിലായിരിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കായി സ്തുതിക്കുന്നു കർത്താവേ. ലീഡിയന്റെ ദാസനെ കുടുംബം അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പൈതങ്ങളെ കൊച്ചു കുഞ്ഞുങ്ങളെ എല്ലാവരും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇത്രത്തോളം സഹായിച്ച ദൈവത്തിന് നന്ദിയോടെ വായിച്ച് സ്തുതിക്കുന്നു. എൻ്റെ ദാസനെയും ദാസിയും കുടുംബം അനുഗ്രഹിച്ച് മാനിക്കണമേ എന്ന് പ്രാർത്ഥി. എന്നെ മാനിക്കാവും ദൈവത്തിന്റെ വാക്തത്വ വചനമാണ് പ്രാർത്ഥിക്കുന്ന വിഷയത്തുമെല്ലാം ദൈവത്തിന്റെ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു കൊടുത്ത് ഹല്ലേലൂയ ആലോചന വലിയ ദൈവത്തിന്റെ അത്ഭുതക്കാരൻ നീട്ടിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കും കർത്താവിന്റെ ശുശ്രൂഷ സന്തോഷത്തോടെ ഹല്ലേലൂയ അവിടുത്തെ ചെയ്യാനുള്ള കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ സ്തോത്രം. ഏവർക്കൊരു ആശ്വാസമാക്കി ദാസനെ കുടുംബം ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിയും. പാട്ടുപാടി എൻ്റെ ദാസിയെ കുടുംബം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇത്രത്തോളം കർത്താവ് സഹായിച്ചു. അനുഗ്രഹിക്കപ്പെട്ട പാട്ട് പരിശുദ്ധാത്മാഭിഷേകത്തോടെ പാടുവാനുള്ള കൃപത്തിനായ സ്തോത്രം. ദൈവനാമത്തിന് വേണ്ടി തുടർന്നും പാടുവാൻ കർത്താവേ ആയുസ്വരവും കൊടുത്ത് കർത്താവിന് ബലപ്പെടുത്തി ഉടനെ കുടുംബമായി സഹായിച്ച് മാനിക്ക് മറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
ഇന്നത്തെ കാലം കർത്താവെ വചനം സൂക്ഷിക്കുന്ന കർത്താവെ ടോമി ജോസഫ് പാസ്റ്റർ ദാസൻ കർത്താവെ ക്ഷീണായിരിക്കുന്ന കേട്ടുള്ള കർത്താവ് സ്തോത്രം കർത്താവെ ദാസിനെ കർത്താവ് ഹയുടെ പട്ടണത്തെ കർത്താവ് ദാസിനെയും ദാസിയും പൈതങ്ങളെ മുന്നിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പ്രിയ അമ്മച്ചെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാണ്. ദാസൻ കർത്താവ് കിടക്കുന്ന റൂമിൽ ഹാലിലിയ കിടക്കയിൽ ഹാലിലിയ ദൈവത്തിന്റെ അത്ഭുതകാരം ഈ രാത്രികാലം ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ഹോന്നളമ്പമിയുടെ ശബ്ദം കേൾപ്പിച്ച് ഹല്ലേലൂയ പരിശുദ്ധാത്മാവേ നിന്റെ ദാസൻ കർത്താവെ ഹാലിലിയ തോമസ് പാസ്റ്റർ കർത്താവെ വചനം സൂക്ഷിക്കുമ്പോൾ അതിവേഗം പാഞ്ഞിലെന്ന വചനം കർത്താവ് എന്റെ ദാസന്റെ കിടക്ക റൂമിൽ ഹാലിൽ ഇറങ്ങിച്ചെന്ന് ഹാലലിയ ഈ രാത്രികാലം പൂർണ്ണവിടല് പൂർണ്ണ സൗഖ്യം പൂർണ്ണാരോഗ്യത്തോടെ എഴുന്നേറ്റ് നടന്ന ദൈവത്തെ സ്തുതിപ്പാൻ മഹത്വപ്പെടുത്താൻ അപ്പച്ചന് പാട്ട് പാടുവാൻ ഡേക്കമറണമ്പേ എന്ന് പ്രാർത്ഥിക്കുന്ന ഹോവ ഹല്ലേലൂയ സൗഖ്യദായകൻ കർത്താവ് രുചിച്ചറിഞ്ഞ് അനുഭവിച്ചറിഞ്ഞ് കർത്താവ് നാളെ പ്രഭാതത്തിൽ എഴുന്നേൽപ്പിക്കുമറാണമ്പേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബം അനുഗ്രഹിച്ച് മാനിക്കുമറാണമ്പേ ദേശത്തെ അനുഗ്രഹിക്കണേ, സഭയെ അനുഗ്രഹിക്കണേ, ദൈവമക്കളെ കുടുംബങ്ങളെ എല്ലാവരെയും അനുഗ്രഹിച്ച് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദാസന്റെ കർത്താവെ ദൈവത്തിന്റെ വേല കർത്താവെ ശക്തമായ അവിടുത്തെ വയലിൽ ചെയ്യുവാൻ ആവശ്യമായ സ്വർഗീയ കൃപകളെ കൊണ്ട് കർത്താവ് നിറയ്ക്കണമേ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ 40 ദിവസം കർത്താവ് ഫാസ്റ്റിംഗ് പ്രയറിലായിരുന്നു കർത്താവെ. ഓ ഹല്ലേലൂയ സ്തോത്രം കർത്താവെ കൊടുത്ത കൃപകൾക്കായി സ്തോത്രം കർത്താവെ. പ്രാർത്ഥിക്കുന്ന സകല വിഷയത്തിന്മേലും ദൈവത്തിന് ദൃഷ്ടി പതിപ്പിച്ചിരിക്കുക. സ്തോത്രം 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 കർത്താവെ. രാത്രികാലം വചനമായ എന്റെ വൃത്തിനെ അവിടുത്തെ കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഹല്ലേലൂയ ഏഴകൾക്ക് ആവശ്യമായ സ്വർഗീയ ദൂത് പരിശുദ്ധാത്മാവെ രാത്രികാലം വചനത്തിന്റെ വാതിൽ ഞങ്ങൾക്ക് വേണ്ടി തുറന്നൊരുമറണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ആഗ്രഹിക്കുന്ന ഹൃദയങ്ങളെ നിറയ്ക്കുന്ന ദൈവമേ രാത്രികാലം ഒഴിഞ്ഞ പാത്രങ്ങളായി അവിടുത്തെ പാതവടത്തിലായിരിക്കുന്നപ്പാ നിറഞ്ഞ പാത്രങ്ങളായി മടങ്ങിപ്പോൻ യേശുവേ ഹല്ലേലൂയ സ്വർഗ്ഗദൈവമേ ഹല്ലേലൂയോട് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദാസനെ കരങ്ങളെടുത്ത ക്രൂശിന്റെ മറയിൽ മറച്ച് ഹല്ലേലൂയ പരിശുദ്ധാത്മാഭിഷേകത്തോടെ ദൈവത്തിന്റെ വചനം ഞങ്ങൾക്ക് കർത്താവ് വിളമ്പി തിരുവാളക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും ലൈനിൽ കർത്താവ് രോഗത്താൽ ഭാരത്താൽ പ്രയാസത്തിൽ കഷ്ടത്തിലും കർത്താവ് ഞെരുങ്ങുന്ന വിഷയങ്ങളുമായി കണ്ണുനീരോടെ അയക്കുന്നെങ്കിൽ കർത്താവ് രാത്രികാലം ദൈവത്തിന്റെ വചനമുണ്ട് ഹല്ലേലൂയ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം. ഹല്ലേലൂയ കർത്താവെ ഞങ്ങൾ വിശ്വസിച്ചോണ്ട് വചനം ഏറ്റെടുക്കുന്ന അപ്പ വിഷയത്തിന്മേലെല്ലാം മറുപടി തന്ന് ഹല്ലേലൂയ കഷ്ടത്തിലാക്കിയവർക്ക് വിടല് തന്ന് രോഗികൾക്ക് സൗഖ്യം തന്ന് ആരോഗ്യം തന്ന് ദൈവനാമഹത്വത്തിന് വേണ്ടി തുടർന്നും ജീവിപ്പാൻ കർത്താവെ ഞങ്ങളെ തന്നെ പുണ്യങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതിന് തടസ്സമായ ജീവിതത്തിലെ കുറവുകളും കുട്ടികളും ഒപ്പം രാത്രികാലം യേശുവിന്റെ രക്തം സകല പാവുമ്പോൾ ശുദ്ധിന്റെ രക്തമുണ്ട് ഏഴെന്ന് കഴിയണമേ ഞങ്ങളുടെ കുടുംബങ്ങളെ കഴിയണമേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കഴിയണമേ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ കഴിയണമേ കർത്താവെ. പ്രാവശ്യങ്ങളുടെ അപ്പച്ചന് നന്ദി പറയുന്നു കർത്താവരെ. ഞങ്ങൾ ഒരുക്കണേ സർവമാന മഹത്വം യേശുഭജന സൗലം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുന്നത് ഉണ്ടായി കേൾക്കണേ പൊന്നു പിതാവേ. ആമേൻ 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 ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. യഹോവേ അരുളി ചെയ്യണമേ അടിയാൻ കേൾക്കുന്നതിനുള്ള പ്രാർത്ഥന നമുക്കായിരിക്കാം. വചന കേൾവി നമുക്ക് വിടുതലുണ്ട്, സന്തോഷമുണ്ട്, സമാധാനമുണ്ട്, സൗഖ്യമുണ്ട്. എന്തെല്ലാം സ്വർഗ്ഗത്തിലെ മഹാരാജാവ് എന്തെല്ലാം വാഗ്ദത്തങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു മുഴുവൻ അനുഗ്രഹ സമൃദ്ധി നമ്മുടെ മേൽ ഇന്ന് രാത്രി കാലം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കാവുന്ന ഹല്ലേലൂയ സ്തോത്രം. വചന സൂക്ഷിച്ചായ ദൈവഭക്തനെ ക്ഷണിക്കുന്നു പാസ്റ്റർ എം.എ. തോമസ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല ഈ രാത്രിക്കായി നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒക്കലോഹോമ പ്രയർ ലൈനിൽ കർത്താവിന്റെ വചനത്തിന്റെ ശ്രവണത്തിനായിട്ട് കാത്തിരിക്കുന്ന എല്ലാ അനുഗ്രഹീതരായ സഹോദരി സഹോദരന്മാർക്കും പ്രത്യേകാൽ വളരെ ആത്മനിറവോടെ ഈ പ്രയർ ലൈൻ ലീഡ് ചെയ്യുന്ന പ്രിയ കർത്താവിന്റെ ദാസനും ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും പാടുകയും ഒക്കെ ചെയ്ത പ്രിയ സഹോദരിമാർക്കും നമ്മുടെ കർത്താവിന്റെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ മഹത്വമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. പിതാവായ ദൈവത്തെങ്കിൽ നിന്നും കർത്താവായ ക്രിസ്തു യേശുവിങ്കിൽ നിന്നും കൃപയും സമാധാനവും എല്ലാവരുടെ മേലും കർത്താവ് ധാരാളമായിട്ട് പകരട്ടെ എന്ന് ദൈവസന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്നു. ഈ പ്രയർ ലൈനിലൂടെ നിരന്തരമായിട്ട് കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിനു വേണ്ടി യത്നിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ദൈവസന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്നു. ശാരീരിക ക്ഷീണത്താൽ കഴിയുന്ന പാസ്റ്റർ ടോമി ജോസഫിന് പൂർണ്ണമായ വിടുതൽ കർത്താവ് നൽകട്ടെ എന്ന് ദൈവസന്നദ്ധിയിൽ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ ഒരുമിച്ച് ദൈവവചനം പങ്കുവെക്കുവാൻ കർത്താവ് നൽകിയ നല്ല അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രാർത്ഥനയോടെ തിരുവഴുത്തുകളിലേക്ക് നമ്മുടെ വിലയേറിയ ശ്രദ്ധയെ നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം. നിങ്ങളോട് അറിയിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവ് എനിക്ക് പ്രകാശനം നൽകിയ തിരുവഴുത്തിലെ ഒരു ഭാഗം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. സങ്കീർത്തനങ്ങൾ Psalm 27 8-ാമത്തെ വാക്യം, വേഴ്സ് 8 ആർക്കെങ്കിലും ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം.
ഒന്നുകൂടെ പറഞ്ഞ ഭാഷ. സങ്കീർത്തനം 27:8. ഓക്കെ, 27:8. ഓക്കെ. എന്റെ മുഖം അന്വേഷിപ്പീൻ എന്ന നിങ്ങൾ നിന്ന് കൽപ്പന വന്നു എന്നെന്റെ ഹൃദയം പറയുന്നു. യഹോവേ, ഞാൻ നിന്റെ മുഖം അന്വേഷിക്കുന്നു. മതി. താങ്ക് യു. ഈ അനുഗ്രഹീതമായ ദൈവവചനമാണ് ഇന്ന് രാത്രി നിങ്ങളോട് പങ്കുവെക്കുവാൻ പരിശുദ്ധാത്മാവ് എനിക്ക് പ്രകാശനം നൽകിയത്. തിരക്ക് പിടിച്ച ഭൗതിക ജീവിതത്തിനിടയിൽ ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുവാനോ ദൈവത്തിന്റെ തിരഹിതം തിരിച്ചറിഞ്ഞ് മുന്നേറാനോ കഴിയാത്ത ഒരു പരിതസ്ഥിതി ആത്മീക ലോകത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ ദൈവത്തിന്റെ പദ്ധതിക്കായി ഇന്നു രാത്രിയും ദൈവം അനേകരെ വിളിക്കുന്നു. ദൈവം വിളിക്കുമ്പോൾ ദൈവിക വിളിക്ക് ക്രിയാത്മകമായി പ്രതികരിക്കുന്നവരെയാണ് ഈ കാലഘട്ടത്തിൽ ദൈവം ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഫലമേൽപ്പിക്കുന്നത്. ദൈവം ഒരുവനെ തന്റെ ദൗത്യത്തിനു വേണ്ടി വിളിക്കുമ്പോൾ ദൗത്യ നിർവഹണത്തിനായിട്ട് മുന്നോട്ട് ഇറങ്ങിത്തിരിക്കുന്ന വ്യക്തിയുടെ സകല ഉത്തരവാദിത്തങ്ങളും ദൈവകരങ്ങളിൽ സുരക്ഷിതമാണ്. അവന്റെ ആത്മീയതയ്ക്കും അവന്റെ ഭൗതികതയ്ക്കും അവന്റെ ജീവിതത്തിന്റെ സമസ്ത മേഖലകൾക്കും വേണ്ടതെല്ലാം ആ വിളിക്കകത്ത് ദൈവം ഉള്ളടക്കം ചെയ്തിട്ടുണ്ട് എന്ന് തിരുവെഴുത്തും നമ്മുടെ ജീവിതാനുഭവങ്ങളും നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. കർത്താവിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെടുന്ന ഒരു വ്യക്തി ഭൗതിക ജീവിതത്തിൽ ആത്മീക ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകാൻ ദൈവം അനുവദിക്കുകയില്ല. കർത്താവിന്റെ സന്നദ്ധിയിൽ തിരുവെഴുത്ത് കേൾക്കുവാനായിട്ട് തിരുവചനം ശ്രവിപ്പാൻ വളരെ ആവലോടെ കടന്നു വന്ന ജനതതി 3 ദിവസം കഴിയുമ്പോൾ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. ഈ ജനം എന്നോട് ഗുണം 3 ദിവസമായി പാർക്കുന്നു. അവരെ വെറും കൈയായി വിട്ടയപ്പാൻ എനിക്ക് മനസ്സില്ല. അവർ വഴിയിൽ തളർന്നു പോകും. അതുകൊണ്ട് വഴിയിൽ തളർന്നു വീഴാതെ നിൽക്കാൻ ആവശ്യമുള്ള കരുത്ത് നൽകാൻ അവർക്കാവശ്യമായ ഭൗതിക ആഹാരവും കർത്താവ് നൽകുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. തന്നോടുകൂടെ സമയം ചെലവഴിച്ച ജനങ്ങൾ ആത്മീയതയിൽ സമ്പന്നരായി ഭൗതികതയിൽ തൃപ്തരായിട്ടാണ് കടന്നു പോകുവാൻ ഇടയായത്. ഇതം പര്യന്തം കർത്താവിനെ അനുഗമിക്കുന്ന സകല വിശുദ്ധന്മാരുടെയും ജീവിതാനുഭവമാണിത്. കർത്താവിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിട്ട് ഭൗതിക ജീവിതത്തിൽ വഴിയിൽ തളർന്ന് ശത്രുവിന്റെ മുമ്പിൽ താളടിയായി പോകാൻ ആരെയും ദൈവം അനുവദിക്കുകയില്ല. ആവശ്യമായതെല്ലാം നൽകാൻ നാം ആരാധിക്കുന്ന സേവിക്കുന്ന ദൈവം ശക്തനാണ്. ഇന്നേക്ക് 3000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച് ദൈവത്തിന്റെ തിരുഹിതത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ദാവീദിന്റെ ജീവിതാനുഭവത്തിൽ ദാവീദ് പറയുന്നു, ദൈവത്തിന്റെ മുഖം അന്വേഷിപ്പാനായി ദൈവത്തിങ്കിൽ നിന്ന് കൽപ്പന വന്നു എന്ന് തന്റെ ഉള്ളം പറയുന്നു. ദൈവത്തിന്റെ മുഖം അന്വേഷിപ്പാനായിട്ടുള്ളൊരു നിയോഗം ദാവീദിന് ലഭിക്കുകയാണ്. ആ നിയോഗത്തെ അതിന്റെ പൂർണ്ണതയിൽ ഏറ്റെടുത്ത് ദാവീദ് ദൈവത്തിന്റെ മുഖം അന്വേഷിച്ചു. അങ്ങനെ ദൈവത്തിന്റെ മുഖം അന്വേഷിച്ചതുകൊണ്ട് ആ കാലഘട്ടത്തിൽ ദൈവ പൂർത്തീകരണത്തിനു വേണ്ടി ദൈവം ഈ ദാവീദിനെ ഉപയോഗിക്കുന്നത് നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയുന്നു. ഇന്ന് രാത്രിയിലും ഈ പ്രെയർ ലൈനിൽ ദൈവവചനം ശ്രദ്ധിക്കുന്ന സഹോദരി സഹോദരന്മാരെ, നമ്മളിലൂടെ ദൈവത്തിന് നിറവേറ്റുവാനായിട്ട് അനേക പദ്ധതികളുണ്ട്. നമ്മിലൂടെ ദൈവം പൂർത്തീകരിക്കാൻ ആഗ്രഹിക്കുന്ന അനേക ദൈവികാലോചനകളുണ്ട്. ഇന്ന് രാത്രി അതുകൊണ്ട് ദൈവത്തോട് നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവേ, ഞാൻ അങ്ങയുടെ മുഖത്തെ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുന്നു. അങ്ങയുടെ ഹിതത്തിനായിട്ട് ഞാനിതാ എന്നെ സമർപ്പിക്കുന്നു. ആ ഒരു സമർപ്പണത്തോടെ നമുക്ക് ദൈവവചനത്തിനു മുമ്പാകെ ആയിരിക്കാം. നമ്മുടെ കർത്താവിന്റെ ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് തന്റെ വചനം കേൾക്കുന്ന ശിഷ്യന്മാരോട് പുരുഷാരത്തോട് അരുളി ചെയ്യുന്നൊരു ഭാഗം അവയുടെ സുവിശേഷം അതിന്റെ 6-ാം അധ്യായത്തിന്റെ 33-ാമത്തെ വാക്യത്തിൽ കാണാനിട കഴിയുന്നു. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. കർത്താവിനെ അന്വേഷിക്കുന്ന, കർത്താവിന്റെ രാജ്യത്തെ അനുധാവനം ചെയ്യുന്ന വിശുദ്ധന്മാർക്ക് ദൈവം നൽകുന്ന നന്മകളെയാണ്
അവിടെയും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഈ അധ്യായം വാസ്തവത്തിൽ ദൈവിക പാതയിലൂടെ പ്രയാണം ചെയ്യുന്ന വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ അവർക്ക് വേണ്ടി കരുതുന്ന ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്ന ഒരു ഭാഗം കൂടിയാണ്. ദൈവത്തിന്റെ കരുതലുകളും മനുഷ്യന്റെ ചെയ്തികളും തമ്മിലുള്ള അന്തരം ഈ അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. കർത്താവ് ശിഷ്യന്മാരെയും പുരുഷാരത്തെ ഉപദേശിക്കുമ്പോൾ കർത്താവിന് മുൻപ് 1000 വർഷം മുമ്പ് ജീവിച്ചിരുന്ന ശലോമോന്റെ കൊട്ടാരതുല്യമായിട്ടുള്ള അനുഭവങ്ങളും അവന്റെ രമ്യഹർമ്മ്യങ്ങളും അവന്റെ അരമനകളും അവന്റെ ചാരുതകളും അവന്റെ ജീവിതത്തിന്റെ പ്രൗഢഗംഭീരമായിട്ടുള്ള അനുഭവങ്ങളെല്ലാം അവരുടെ മുമ്പിലേക്ക് കൊണ്ടുവരുവാനിടയായി. അതിനുശേഷം അവരുടെ മുമ്പിലേക്ക് കർത്താവ് കൊണ്ടുവന്നത് ഒരു താമരയാണ്. താമരയെയും ശലോമോന്റെ സകല മഹത്വത്തെയും അവരുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നു. ശലോമോന്റെ മഹത്വത്തെ കൂടുതൽ വർണ്ണിക്കേണ്ട ആവശ്യകത കർത്താവിനില്ല. കാരണം നൂറ്റാണ്ടുകളായിട്ട് പല മാർഗങ്ങളിലൂടെ അത് അവർ കേട്ടിട്ടുണ്ട്. ഇസ്രയേൽ വരെ ഭരിച്ചിട്ടുള്ള മറ്റ് ഏത് രാജാക്കന്മാരെക്കാളും വളരെ പ്രൗഢതയോടെ, വളരെ ചാരുതയോടെ, ഔന്നത്യത്തോടുകൂടെ സിംഹാസനത്തിൽ ആരൂഢനായി വളരെ മനോഹരമായിട്ട് കൊട്ടാരങ്ങളും രമ്യഹർമ്മ്യങ്ങളും ഒക്കെ അലങ്കരിച്ച് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് ആളുകളെ ഹഠാത് ആകർഷിക്കുവാൻ ശലോമോന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ശലോമോന്റെ ചാരുത പുകൾപ്പെട്ടതാണ്. അങ്ങനെയുള്ള ചിന്തകൾ അവരുടെ മനസ്സിൽ കിടക്കുമ്പോഴാണ് കർത്താവ് ഒരു താമരയിലേക്ക് അവതരിപ്പിക്കുന്നത്. ഇനി കർത്താവ് ഇതിനെ തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്തിട്ട് ഇതിലേറ്റവും നല്ലത് ഏതാണെന്ന് കർത്താവ് പറയാനായിട്ട് പോവുകയാണ്. ലോകത്തിലുള്ള ആരുടെയെങ്കിലും കരങ്ങളിലേക്കാണ് അത് കൊടുക്കുന്നതെങ്കിൽ നിശ്ചയമായിട്ടും 1-ാം സ്ഥാനം ശലോമോന്റെ ചാരുതയ്ക്ക്, ശലോമോന്റെ രമ്യഹർമ്മ്യങ്ങൾക്കും കൊട്ടാരങ്ങൾക്കും കൊടുക്കുമായിരുന്നു. എന്നാൽ കർത്താവ് കൃത്യമായിട്ട് കാര്യങ്ങളെ തിരിച്ചറിഞ്ഞ് അത് അവതരിപ്പിക്കുന്ന കർത്താവ് പറഞ്ഞു, 1-ാം സ്ഥാനം താമരയ്ക്കാണ്. ശലോമോന് താമരയുടെ അത്രയും ചമയാനായിട്ട് കഴിഞ്ഞില്ല. അതിന്റെ കാരണം കർത്താവ് പറഞ്ഞു, ശലോമോന് അത്രയും ചാരുത വർദ്ധിപ്പിച്ചത് താൻ തന്റെ കരങ്ങളിലുള്ള ധനം കൊണ്ടും സ്വർണം കൊണ്ടും രക്തം കൊണ്ടും വെള്ളി കൊണ്ടും താൻ തന്നെയാണ് അതിനെ ചമച്ചത്. എന്നാൽ താമര വളരുന്നത് ചേറും ചെളിയുമുള്ളതായ സ്ഥലത്താണ്. അതിനെ സ്പോൺസർ ചെയ്യാനോ അതിനെ മനോഹരമാക്കാനോ ലോകത്തിലെ ഒരു മനുഷ്യനും കഴിയില്ല. എന്നാൽ താമരയെ മനോഹരമാക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. താമരയെ ചമയിക്കുന്നത് സ്വർഗത്തിലെ ദൈവം. ലോകം നമ്മെ ചമയിച്ചാൽ അതിനൊക്കെ പരിധിയുണ്ട്. എന്നാൽ സ്വർഗത്തിലെ ദൈവമാണ് നമ്മെ ചമയിക്കുന്നതെങ്കിൽ അത് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും. ലോകത്തിന്റെ തലങ്ങളിലൂടെ പ്രയാണം ചെയ്ത് ജീവിതത്തിലെ ഏതെങ്കിലും മേഖലകളിൽ പരാജയപ്പെട്ട ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ദൈവം നിങ്ങളുടെ ഹൃദയത്തോട് സംസാരിക്കുകയാണ്. ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ദൈവം നിങ്ങളെ ചമയിക്കാനൊന്ന് അനുവദിച്ചാൽ, ദൈവം നിങ്ങളുടെ ആത്മീകത്തെ, നിങ്ങളുടെ തലമുറകളെ, നിങ്ങളുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളെ ഒന്ന് ചമയിക്കാനായിട്ട് അനുവദിച്ചാൽ, അവന്റെ ആണിപ്പെഴുതേറ്റ കരം നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലൂടെ ഒന്ന് കടന്നുപോയാൽ അതേറ്റവും ശ്രേഷ്ഠമായിരിക്കും, അതേറ്റവും അനുഗ്രഹമായിരിക്കും. അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിനും ദൈവ സാന്നിധ്യത്തിനും നമ്മുടെ ജീവിതത്തിൽ നാം എക്കാലത്തും വളരെ അധികം പ്രാധാന്യം നൽകുമ്പോൾ അത് നിമിത്തം നമ്മുടെ ശിരസിനെ അവൻ ഉയർത്തും. നമ്മുടെ ജീവിതപാതകളിൽ അനുഗ്രഹത്തിന്റെയും നന്മകളുടെയും പുഷ്ടികൾ പൊഴിയാനിടയാകും എന്നുള്ളത് ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഓർപ്പിക്കുകയാണ്. ദൈവത്തിന്റെ മുഖം അന്വേഷിച്ച അനേക വിശുദ്ധന്മാരെ തിരുവഴുത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ശലോമോൻ രാജാവ് തന്നെ രാജ്യഭാരം ഏറ്റെടുക്കുന്ന അവസരത്തില് താന് ജനങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ ദൈവം അവനോട് സംസാരിച്ചൊരു ഭാഗം പങ്കുവെക്കുന്നത് ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 7-ാം അധ്യായത്തിന്റെ അതിന്റെ 14 മുതലുള്ള ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നു. അതിപ്രകാരമാണ്, എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യമാക്കി കൊടുക്കും. അപ്പൊ ശലോമോനിൽ കൂടെ ദൈവം ഇസ്രായേലിലൂടെ സംസാരിക്കുന്നത് ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുവാനായിട്ടുള്ള നിയോഗമാണ്. ശലോമോനോട് ഇത് സംസാരിക്കുന്നതിന് മുമ്പ് ദൈവം തന്റെ പിതാവായ ദാവീദിനോട് ഇത് തന്നെയാണ് ആവശ്യപ്പെട്ടത്. അതാണ് നമ്മുടെ വായിപ്പാനിടയായത്. ദൈവത്തിന് മുഖം അന്വേഷിപ്പാനായിട്ടുള്ള നിയോഗം
ദാവീദിന് ദൈവം നൽകുകയാണ്. ആ നിയോഗങ്ങളെല്ലാം അനുസരിച്ചപ്പോൾ അവരുടെ ജീവിതം ദൈവ സാന്നിധ്യം കൊണ്ട് മഹത്വീകരിക്കപ്പെടുവാനിടയായി. ദൈവത്തിന്റെ കൃപയാൽ അവരെല്ലാവരും നിറയപ്പെടുവാനിടയായി. ഇന്ന് രാത്രിയിലും പരിശുദ്ധാത്മാവിന് ഭൗതിക ജീവിതത്തിന്റെ സമ്മർദ്ദങ്ങളുടെ നടുവിൽ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കാൻ കഴിയാതെ, ദൈവവചനത്തിന് അതിന്റെ മഹത്വത്തോടുകൂടെ അതിനെ ആദരിക്കാൻ കഴിയാതെ ആയിരിക്കും നമ്മോടും പറയാനായിട്ടുള്ളത്, നാം ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടുകൂടെ അന്വേഷിക്കുക, ദൈവത്തെ പൂർണ്ണ മനസ്സോടുകൂടെ അവന്റെ വചനത്തിന് വേണ്ടി സമർപ്പിക്കുക. അങ്ങനെ ഒരു ആത്മീക അനുഭവം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയാകുകയാണെങ്കിൽ നാമും ഈ തലമുറയിൽ ദൈവത്തിന്റെ പദ്ധതിയുടെ പൂർത്തീകരണത്തിനായി ഉപയോഗിക്കപ്പെടുന്ന ഒരു അനുഗ്രഹീത ഉപകരണമായി മാറും എന്നുള്ളത് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഓർപ്പിക്കുകയാണ്. ദൈവത്തെ അന്വേഷിച്ച ഭക്തന്മാരുടെ ജീവിതത്തിൽ ലഭ്യമായിട്ടുള്ള നന്മകളും ദൈവത്തെ ഉപേക്ഷിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ദുർഗതികളും ആസയുടെ ജീവിത ചരിത്രത്തിലൂടെ ഓർപ്പിച്ച് ഞാൻ ഈ വാക്കുകളിലൂടെ ഉപസംഹരിപ്പാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇസ്രായേൽ രാജാവായ ആസയെക്കുറിച്ച് ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം അതിന്റെ 14 മുതൽ 16 വരെയുള്ള ഭാഗങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ആസ ഭരണസാരഥ്യം ഏറ്റെടുത്ത അവസരത്തിൽ ദൈവത്തിന്റെ മുഖമനുഷ്ഠിക്കുന്നതിന്റെ പ്രാധാന്യം ദൈവത്തിന്റെ ആത്മാവ് പല മുഖാന്തരങ്ങളിലൂടെ ആസയോട് അരുളി ചെയ്യുവാനായിട്ടിടയായി. നാം ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 14-ാം അധ്യായം അതിന്റെ 4-ാം വാക്യവും വായിക്കുമ്പോൾ, 7-ാം വാക്യം വായിക്കുമ്പോൾ, 15-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം വായിക്കുമ്പോൾ, 4-ാം വാക്യം വായിക്കുമ്പോൾ, 12, 13, 15 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെയെല്ലാം ആവർത്തിച്ച് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുക എന്നുള്ളതാണ്. 1-2 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. 14-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. യഹൂദയോട് അവരുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ അന്വേഷിപ്പാനും ന്യായപ്രമാണവും കൽപ്പനയും അനുസരിച്ച് നടപ്പാനും കൽപ്പിച്ചു. അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്ന ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുക. വീണ്ടും 7-ാമത്തെ വാക്യം കൂടെ വായിക്കാം. അവൻ യഹൂദ്യരോട് നാം ഈ പട്ടണങ്ങളെ പണിത് അവയ്ക്ക് ചുറ്റും മതിലുകളും ഗോപുരങ്ങളും വാതിലുകളും ഓടാമ്പലുകളും ഉണ്ടാക്കുക. നാം നമ്മുടെ ദൈവമായ യഹോവയെ അന്വേഷിച്ചതുകൊണ്ട് ദേശം നമുക്ക് സ്വാധീനമായിരിക്കുന്നുവല്ലോ. നാം അതിനെ കാണാനായിട്ട് കഴിയുന്നത് ആവർത്തിച്ച് 7ഓളം പ്രാവശ്യം, അതായത് 14-ന്റെ 4-ാം വാക്യത്തില്, 7-ാം വാക്യത്തില്, 15-ന്റെ 2-ാം വാക്യത്തില്, 4-ാം വാക്യത്തിൽ, 12-ാം വാക്യത്തിൽ, 13-ാം വാക്യത്തിൽ, 15-ാം വാക്യത്തിൽ, അവിടെയെല്ലാം ആവർത്തിച്ച് കാണാൻ കഴിയുന്നത് ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുക എന്ന് പറയുമ്പോൾ അത് ഏറ്റവും ശ്രേഷ്ഠമായൊരു കാര്യമാണ്. ഏറ്റവും വിലപ്പെട്ട ഒരു ആത്മീക അനുഭവമാണ് ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുക. അപ്പോൾ പലപ്പോഴും നാം അഭിമാനിക്കാറുണ്ട്, നാം കൂട്ടായ്മകളിൽ സംബന്ധിക്കുന്നു, നാം പ്രാർത്ഥിക്കുന്നു, ദൈവനാമത്തിനു വേണ്ടി പങ്കുവെക്കുന്നു, എല്ലാ ദിവസവും തിരുവെഴുത്തുമായിട്ട് ഊഷ്മളമായൊരു ബന്ധം പുലർത്തുന്നു, ദൈവവുമായിട്ട് അഭേദ്യമായിട്ടൊരു ആത്മീക അനുഭവമുണ്ട്. എന്നാൽ ഇതിനപ്പുറമായിട്ടുള്ള ഒരു അനുഭവമാണ് ദൈവത്തെ അന്വേഷിക്കുക എന്ന് പറയുന്നത്. അത് ആസയുടെ ജീവിത ചരിത്രത്തിൽ ആസ അത് വെളിപ്പെടുത്തുവാനിടയായി. എന്താണ് ദൈവത്തെ അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ? ദൈവത്തെ അന്വേഷിക്കുക എന്ന് പറയുമ്പോൾ ഒന്നാമതായിട്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വചനം അനുസരിക്കുന്ന ഒരു നല്ല ആത്മീക അനുഭവം ഉണ്ടാകണം. ആസ ദൈവത്തിന്റെ മുഖം അന്വേഷിച്ചു എന്ന് പറയുമ്പോൾ ആസയുടെ ജീവിതത്തിൽ അവൻ ദൈവത്തിന്റെ വചനത്തെ പൂർണ്ണമായിട്ട് അനുസരിപ്പാനിടയായി. 14-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം വായിക്കുമ്പോൾ അതാണ് ആസ വിളംബരം ചെയ്യുന്നത്. യഹൂദയോട് പറയുന്നു, അവരുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ അന്വേഷിപ്പാനും ന്യായപ്രമാണവും കൽപ്പനയും ആചരിച്ച് നടപ്പാനും കൽപ്പിച്ചു. ഇതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോ ആസ ദൈവത്തിന്റെ സന്നദ്ധിയില് ദൈവത്തിന്റെ മുഖം അന്വേഷിച്ചു എന്ന് പറയുമ്പോൾ അവൻ ദൈവത്തെ പൂർണ്ണമായിട്ട് അനുസരിപ്പാനായിട്ടിടയായി, ദൈവത്തിന്റെ വചനത്തെ അനുസരിപ്പാനായിട്ടിടയായി. അപ്പോൾ യഹൂദ രാജാവായ ആസയുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ മുഖം അന്വേഷിച്ചു എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കുന്നതിലൂടെ ആണ് അവൻ അത് വെളിപ്പെടുത്തുവാൻ ഇടയായിത്തീർന്നത്. ഇടയ്ക്ക് എപ്പോഴും ഞാൻ ഇസ്രായേൽ രാജാവ് എന്ന് പറഞ്ഞു, യഹൂദ രാജാവാണ് ആസ. അപ്പോ
ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുക എന്ന് പറയുമ്പോൾ അതിലൂടെ ദൈവം വെളിപ്പെടുത്തുന്നത് നാം അവന്റെ വചനത്തെ അനുസരിക്കുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് ദൈവത്തെ അനുസരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തില് പാപവുമായിട്ടുള്ള സകല ബന്ധങ്ങളും ഉപേക്ഷിച്ചു വേണം ദൈവത്തെ നാം അന്വേഷിക്കുവാൻ. ദൈവത്തിന് ഹിതകരമല്ലാത്ത ഒരു തലത്തിലും നാം എത്തപ്പെടുവാൻ ഇടയാകരുത്. പൂർണ്ണമായ വേർപാട് പാപത്തിൽ നിന്നും ഒരു ദൈവപൈതൽ ഉണ്ടായിരിക്കണം. ഞാൻ ദൈവത്തെ അന്വേഷിക്കുന്നു എന്നൊരു ദൈവപൈതൽ പറയുകയും പാപവുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് സമ്പർക്കം പുലർത്തുകയും ചെയ്യുന്ന ഒരു അനുഭവമുള്ള വ്യക്തിക്ക് ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുന്നു എന്ന് അവകാശപ്പെടാനിട കഴിയുകയില്ല. പാപത്തിന്റെ സകലവിധമായിട്ടുള്ള സ്വാധീനവും ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറ്റിക്കളയുന്ന ഒരു വ്യക്തിയാണ് ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുന്നു എന്ന് പറയാനായിട്ട് കഴിയുന്നത്. ആസയുടെ ജീവിതത്തിൽ ആ ഒരു അനുഭവം ഉണ്ടായതായിട്ട് നമുക്ക് 14-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. അവൻ എല്ലാ യഹൂദ പട്ടണങ്ങളിൽ നിന്നും പൂജാഗിരികളും സൂര്യവിഗ്രഹങ്ങളും നീക്കിക്കളഞ്ഞു. രാജ്യം അവന്റെ കീഴിൽ സ്വസ്ഥമായിരുന്നു. വീണ്ടും 15-ാം അധ്യായത്തിന്റെ 8-ാം വാക്യവും ഒക്കെ വായിക്കുമ്പോൾ തത്തുല്യമായ അവന്റെ സ്വഭാവമാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇസ്രായേലിനെ പലപ്പോഴും പാപത്തിലേക്ക് നിബന്ധിച്ച വിഗ്രഹ ശക്തികളെയാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. നറുമല്യമായ അവരുടെ ആത്മീക ജീവിതത്തിന് കളങ്കം വരുത്തുന്ന, അവരുടെ ആത്മീകതയ്ക്ക് പവിത്രതയ്ക്കും ദോഷം വരുത്തുന്ന ഒരുപാട് അന്ധകാരത്തിന്റെ വ്യാപാരങ്ങൾ അന്യരാജ്യങ്ങളിൽ നിന്ന് ഈ രാജ്യത്തിലേക്ക് പ്രവേശിപ്പാനിടയായി. എന്നാൽ ആസ ചെയ്തത് ഇങ്ങനെ പാപത്തിലേക്ക് അവരെ വലിച്ചിഴയ്ക്കുന്ന സകലവിധമായ വിഗ്രഹ ശക്തികളെയും തന്റെ രാജ്യത്തിൽ നിന്ന് നീക്കിക്കളയുവാനിടയായി. അപ്പോൾ ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുക എന്ന് പറയുമ്പോൾ ഒന്നാമതാ വ്യക്തി ദൈവവചനം അതിന്റെ പൂർണ്ണ ഗൗരവത്തോടെ അനുസരിക്കുന്നവനായിരിക്കണം. രണ്ടാമത് ജീവിതത്തിന്റെ നൈർമല്യതയെ ചോർത്തിക്കളയുന്ന ആഭിചാര ശക്തികളും വിഗ്രഹ ശക്തികളും പാപത്തിന്റെ സ്വാധീനതകളും ജീവിതത്തിൽ പൂർണ്ണമായിട്ട് മാറ്റിക്കളയുന്ന ഒരനുഭവം ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. മൂന്നാമതായിട്ട് ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുക എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പാപം വരാൻ സാധ്യതയുള്ള വഴികളെ മുഴുവൻ കോട്ട കെട്ടി സൂക്ഷിപ്പാനിടയാകണം. എന്ന് പറയുമ്പോൾ അവസരം കിട്ടുമ്പോൾ പാപത്തിലേക്ക് പോകാനായിട്ടുള്ള വഴികൾ അടയ്ക്കാതെയാണ് ജീവിക്കുന്നതെങ്കിൽ ആ വ്യക്തി പൂർണ്ണമായിട്ട് ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു വ്യക്തിയല്ല. ജീവിതത്തിൽ ഉയർച്ചകൾ വന്നാലും താഴ്ചകൾ വന്നാലും ആഡംബരപൂർണമായ ജീവൻ നയിക്കാനുള്ള ഭൗതിക നന്മകൾ ലഭിച്ചാലും ഏതെല്ലാം തുറകളിലും ഉയർച്ചകൾ ലഭ്യമായാലും പാപത്തിലേക്ക് ഇനി ഞാൻ ഒരിക്കലും പോകത്തില്ലെന്ന് തീരുമാനിക്കുക മാത്രമല്ല, പാപം ജീവിതത്തിലേക്ക് വരാൻ സാധ്യതയുള്ള വഴികളെ മുഴുവൻ കോട്ട കെട്ടി സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുന്ന ഒരു ദൈവപൈതൽ. അതാണ് നമുക്കതിന്റെ 14-6 മുതലുള്ള ഭാഗങ്ങൾ കാണാനിട കഴിയുന്നത്. യഹോവ അവന് വിശ്രമം നൽകിയതുകൊണ്ട് ദേശത്തിന് സ്വസ്ഥതയുണ്ടാകുകയും ആ സംവത്സരങ്ങളിൽ അവന് യുദ്ധമില്ലായകയാലും അവൻ യഹൂദയിൽ ഉറപ്പുള്ള പട്ടണങ്ങളെ പണിതു. തീർന്നില്ല. അവൻ യഹൂദ്യരോട് നാം ഈ പട്ടണങ്ങളെ പണിത് അവയ്ക്ക് ചുറ്റും മതിലുകളും ഗോപുരങ്ങളും വാതിലുകളും ഓടാമ്പലുകളും ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ഈ രാജ്യത്തെ ഇന്നലകളിലെ ആത്മീകമായി തകർത്ത അവരുടെ ആത്മീക അന്തരീക്ഷത്തെ ഇല്ലായ്മ ചെയ്ത ശത്രുക്കൾ കയറി വന്ന സ്ഥലങ്ങളെ മുഴുവൻ അവർ കോട്ട കെട്ടി സൂക്ഷിപ്പാനിടയായി. നാം ഈ പട്ടണങ്ങളെ പണിത് അവയ്ക്ക് ചുറ്റും മതിലുകളും ഗോപുരങ്ങളും വാതിലുകളും ഓടാമ്പലുകളും ഉണ്ടാക്കുക. ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്ന സഹോദരീ സഹോദരന്മാരെ, ഇയ്യോബിന്റെ ഭവനത്തിന് ചുറ്റും ശത്രു പിശാച് നടന്നതുപോലെ ഓരോ സെക്കൻഡുകളിലും നമ്മുടെ ജീവിതത്തിന്റെ മേഖലകളിലേക്ക് കടന്നാക്രമണം നടത്തുവാൻ അന്ധകാര ശക്തികൾ സകല ജാഗ്രതയോടും കൂടെ നടക്കുമ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു ദൈവപൈതല് പാപം ശത്രു കയറാൻ സാധ്യതയുള്ള സകല മേഖലകളും കോട്ടകെട്ടി സൂക്ഷിക്കണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൈവവചനത്തിലൂടെ നമ്മെ ഓർപ്പിക്കുകയാണ്. നാലാമതായിട്ട് ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുക എന്ന് പറയുമ്പോൾ ജീവിതത്തിലൊരു ഭാരം വരുമ്പോൾ, വേദന വരുമ്പോൾ നമ്മുടെ കയ്യിലുള്ള സമ്പത്തിലോ സൈന്യത്തിലോ നമ്മുടെ അധികാരത്തിലോ അല്ല നാം ആശ്രയിക്കേണ്ടത്. അതിനപ്പുറമായിട്ട് ദൈവത്തിലായിരിക്കണം നാം ആശ്രയിക്കേണ്ടത്. ആസയെ സംബന്ധിച്ചിടത്തോളം 8-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആസയ്ക്ക് വൻ പരിചയം കുന്തവും എടുത്തവരായി 3 ലക്ഷം യഹൂദ്യരും ചെറുപരിചയം എടുപ്പാനും വില്ലുകുലപ്പാനും പ്രാപ്തരായ 2,80,000 ബെന്യാമീനരും ഉള്ളൊരു സൈന്യം ഉണ്ടായിരുന്നു. അവരെല്ലാവരും പരാക്രമശാലികളായിരുന്നു. അപ്പോൾ ആസയ്ക്കും ഉണ്ടൊരു സൈന്യം. അങ്ങനെ ഇരിക്കുമ്പോഴാണ്
കൂശ്യനായ സേരഹ് 10,00,000 ആളും 300 രഥവുമുള്ള സൈന്യത്തോടുകൂടെ അവരുടെ നേരെ പുറപ്പെട്ട് മരേശ വരെ വന്നത്. അപ്പോൾ ഇവിടെ യുദ്ധം വരികയാണ്. യുദ്ധം വരുമ്പോൾ ആസ എന്താ ചെയ്തത്? ആസ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന വൻ പരിചയെടുത്ത ആളുകളെയും അതുപോലെ സൈന്യവുമായിട്ട് അവരുടെ നേരെ യുദ്ധത്തിന് പോവുകയല്ല ചെയ്തത്. അതിനപ്പുറമായി തന്റെ കരങ്ങളിലുള്ള ഭൗതിക ശക്തിയിൽ ആശ്രയിക്കാതെ ആസ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു. ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ബലവാനും ബലഹീനരും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ നീയല്ലാതെ മറ്റാരുമില്ല. ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു ദൈവവൈതലിന്റെ ജീവിതത്തിന്റെ ലക്ഷണമാണ് ഒരു പ്രയാസം വരുമ്പോൾ ആ പ്രയാസത്തെ നേരിടാൻ ഭൗതിക ശക്തിയിൽ ആശ്രയിക്കാതെ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് മുന്നേറുക. ആസ തന്റെ ജീവിതത്തിൽ അപ്രകാരം ചെയ്തു എന്ന് ദൈവവചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. ദൈവത്തിൽ ആശ്രയിക്കുന്ന, ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുന്ന ഒരു ദൈവവൈതന്റെ അടുത്ത ഒരു പ്രത്യേകതയാണ് അവൻ ദൈവത്തെ ആരാധിക്കുന്നവനായിരിക്കണം, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവനായിരിക്കണം. 15-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അതിന്റെ അവസാന ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നു, യഹോവയുടെ മണ്ഡപത്തിന് മുമ്പിലുള്ള യഹോവയുടെ യാഗപീഠം അവൻ പുതുക്കുവാനിടയായി എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ആലയത്തില് ആരാധനയ്ക്ക് ഭംഗം വരുത്തുന്ന ഏതെങ്കിലും മേഖലകളിൽ തകർച്ച വന്നിട്ടുണ്ടെങ്കിൽ ആ തകർച്ചയുള്ള മണ്ഡലങ്ങളെ മുഴുവൻ അവൻ പുതുക്കി ആരാധന, അതിന്റെ സൗരഭ്യം, അതിന്റെ ശ്രേഷ്ഠതയോടെ ദൈവസന്നിധിയിൽ ചെല്ലാനായിട്ടുള്ള കാര്യങ്ങളെ അവൻ ക്രമീകരിക്കുവാനിടയായി എന്ന് ദൈവവചനത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. അപ്പോൾ ഓർക്കുക, ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുക എന്ന് പറയുമ്പോൾ ഈ വിധമായിട്ടുള്ള സ്വഭാവ വൈശിഷ്ട്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഒന്നുകൂടെ നമുക്ക് ചിന്തിക്കാം അത് എന്തൊക്കെയാണെന്ന്. 1, ദൈവത്തിന്റെ വചനം അനുസരിക്കുവാനായിട്ട് നമ്മളെ കൊണ്ട് കഴിയണം. 2, പാപത്തിൽ നിന്ന് പൂർണ്ണമായി വേർപെടുവാൻ നമ്മെ കൊണ്ട് കഴിയണം. 3, പാപം വരാൻ സാധ്യതയുള്ള സകല വഴികളെയും കോട്ടകെട്ടി തടയുവാനിടയാകണം. 4, നമുക്ക് സൈന്യമുണ്ടെങ്കിലും യുദ്ധം വരുമ്പോൾ ദൈവത്തിന്റെ അടുക്കൽ മുഴങ്കാൽ മടക്കി ദൈവത്തോട് പ്രാർത്ഥിക്കണം, ദൈവമേ, ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ നീയല്ലാതെ മറ്റാരുമില്ല. ഒടുവിലായിട്ട് നമ്മുടെ ദൈവത്തിന്റെ സന്നദ്ധിയിൽ ആരാധനയ്ക്ക് ഏറ്റവും പ്രാധാന്യം നൽകുവാനിടയാകണം. മറ്റെല്ലാ മേഖലകളിൽ നാം പുതുക്കാറുണ്ട്, എന്നാൽ ആത്മീക ആരാധനയ്ക്ക് ഭംഗം വരുത്തുന്ന എന്തെങ്കിലും അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഓർപ്പിക്കുകയാണ്, ആ അനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ മാറ്റിയിട്ട് ദൈവത്തെ ആരാധിപ്പാനായിട്ടുള്ള ആ ഒരു സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ അനുദിനവും വർദ്ധിച്ചു വരുവാൻ ഇടയാകണം. അങ്ങനെ ദൈവത്തെ നാം അന്വേഷിച്ചാൽ ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ തിരുവെഴുത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. നാം ദൈവത്തെ അന്വേഷിക്കുകയാണെങ്കിൽ പൂർണ്ണ ശക്തിയോടെ ദൈവം നമുക്ക് വേണ്ടിയും പ്രവർത്തിപ്പാനിടയാകും. അതിന്റെ ദൃഷ്ടാന്തവും ആസയുടെ ജീവിതത്തിൽ നമുക്ക് കാണാനിട കഴിയുന്നു. പൂർണ്ണമായി ദൈവത്തെ ആശ്രയിച്ചപ്പോൾ ആസയ്ക്കു വേണ്ടി ദൈവം യുദ്ധം ചെയ്യുവാനിടയായി. കൂശ്യര് യുദ്ധത്തിനായിട്ട് തന്റെ അടുക്കലേക്ക് വന്നപ്പോൾ ആസ പ്രാർത്ഥിച്ചു, ദൈവമേ, മർത്യൻ പ്രബലനാകരുത്. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ പൂർണ്ണമായിട്ട് ദൈവത്തെ അന്വേഷിച്ച ആസയ്ക്ക് വേണ്ടി ദൈവം ശത്രുവിനെ തോൽക്കുമാറാക്കി. ദൈവം തോൽക്കുമാറാക്കി. ദൈവത്തിന്റെ പൈതലെ, നീ പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിച്ചാൽ നിന്റെ ജീവിതത്തിന് നേരെ കടന്നു വരുന്ന ശത്രുവിന്റെ നേരെ നിനക്കൊരു ജയം ദൈവം കൽപ്പിക്കും. ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്ന സഹോദര സഹോദരി, ചില മാരക രോഗങ്ങൾ നിന്റെ ശരീരത്തെ ഒരു തീരാരോഗിയാക്കി മാറ്റാൻ, ഒരുപാട് രോഗങ്ങളുടെ കൂടാരമാക്കി മാറ്റാൻ നിനക്ക് നേരെ പാഞ്ഞു വരുമ്പോൾ ഇന്ന് രാത്രി ആ രോഗങ്ങളെ കീഴടക്കാൻ ദൈവത്തിന്റെ ശക്തി നിന്റെ മേൽ പകരാൻ എന്റെ ദൈവം മതിയായ ദൈവമാണ്. ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച മോശ ചെങ്കടലിന്റെ തീരത്തുനിന്ന് കരയുമ്പോൾ ദൈവം പറയുന്നു, മോശേ, നീ കരയേണ്ടവനല്ല, നീ കൽപ്പിക്കേണ്ടവനാണ്. കരഞ്ഞ മോശ അടുത്ത നിമിഷം ചെങ്കടലിനെ നോക്കി ഹല്ലേലൂയ അധികാരത്തോടെ ആ കൽപ്പിച്ച് ചെങ്കടൽ രണ്ടാക്കുവാനുള്ള ശക്തി ദൈവം അവന്റെ മേൽ പകർന്നത് അവൻ ദൈവത്തിൽ ആശ്രയിച്ചതുകൊണ്ടാണ്. ഇന്ന് രാത്രി ചില വിഷയങ്ങളെ നോക്കി കരയുന്ന ദൈവവൈതലേ, കരയുന്ന നിന്റെ അധരങ്ങളിലൂടെ ദൈവനാമത്തിൽ ചില കൽപ്പനകളെ പുറപ്പെടുവിക്കുവാൻ എന്റെ ദൈവം ശക്തനാണ്. നീ കരയേണ്ടവനല്ല, കൽപ്പിക്കേണ്ടവനാണ്. അധികാരത്തിന്റെ ഒരു ശുശ്രൂഷ, ചിലതിനോടൊക്കെ കൽപ്പിക്കാനുള്ള ഒരു നിയോഗം ദൈവം നിനക്ക് നൽകുകയാണ്. അപ്പോൾ ദൈവത്തെ ആശ്രയിക്കുന്ന ഒരു ദൈവവൈതലിന് ദൈവം നൽകുന്ന പ്രത്യേകത, ദൈവത്തിന് സ്തോത്രം, ദൈവം അവനെ പൂർണ്ണമായിട്ട് അവന്റെ പ്രയാസങ്ങളെ അവനോട് കൂടെ ഇരിക്കും. രണ്ടാമതായിട്ട് ദൈവത്തെ പൂർണ്ണമായി ആശ്രയിക്കുന്ന ഒരു ദൈവവൈതലിന് ഒരു
പ്രതിഫലമുണ്ട്. നാം അതിന്റെ 2-ാം വാക്യം വായിക്കുമ്പോൾ 15 വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് ദൈവം പറയുന്നത്, എന്റെ വാക്ക് കേൾപ്പീൻ, നിങ്ങൾ യഹോവയോട് കൂടെ ഇരിക്കുന്നിടത്തോളം അവൻ നിങ്ങളോട് കൂടെ ഇരിക്കും. അവനെ അന്വേഷിക്കുന്നെങ്കിൽ നിങ്ങൾ അവനെ കണ്ടെത്തും, ഉപേക്ഷിക്കുന്നെങ്കിലോ അവൻ നിങ്ങളെയും ഉപേക്ഷിക്കും. അപ്പൊ ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതല്, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിച്ച് അവന്റെ നാമത്തിനോട് നിന്നാൽ അവരുടെ ജീവിതത്തില് ദൈവം പ്രതിഫലം നൽകുന്നവനാണെന്നാണ് ആ ഭാഗം തുറന്ന് വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. 7 വരുമ്പോൾ കാണാൻ കഴിയുന്നത്, നിങ്ങൾ ധൈര്യമായിരിപ്പീൻ, നിങ്ങളുടെ കൈകൾ തളർന്നു പോകരുത്, നിങ്ങളുടെ പ്രവൃത്തിക്ക് പ്രതിഫലമുണ്ടാകും. ദൈവത്തെ പൂർണ്ണമായി അന്വേഷിച്ചാൽ ആ ഒരു വ്യക്തിയുടെ കരം ശൂന്യമായി പോകാൻ ദൈവം അനുവദിക്കുകയില്ല. ഇന്ന് രാത്രി ഏതെങ്കിലും മേഖലയിൽ നിന്റെ കരങ്ങൾ ശൂന്യമാണെങ്കിൽ, നീ ദൈവത്തിന്റെ വചനം അന്വേഷിക്കുന്ന ഒരു ദൈവപൈതലാണെങ്കിൽ ആളുകളുടെ മുമ്പിൽ കണക്കൂട്ടലുകളെ മാറ്റിമറിച്ചുകൊണ്ട് അത്ഭുതമാക്കാൻ ദൈവം ശക്തനാണ്. പത്രോസിന്റെ പടകുണ്ടാക്കിയ ആ ബിൽഡർക്ക് ഒരു കണക്കൂട്ടലുണ്ടായിരുന്നു. പത്രോസിന്റെ വലയുണ്ടാക്കിയ ആ വ്യക്തിക്ക് ഒരു കണക്കൂട്ടലുണ്ടായിരുന്നു, ഇത്ര മീൻ ഇതിനകത്ത് കയറിയുള്ളൂ. എന്നാൽ പത്രോസ് വചനം കേട്ടുകഴിഞ്ഞപ്പോൾ പടക് മുങ്ങുമാറാകുവോളം, വല കീറാറാകുവോളം അവന്റെ കരങ്ങളിൽ ദൈവം അനുഗ്രഹം നൽകിയെങ്കിൽ ലോകത്തിന്റെ കണക്കൂട്ടലുകളെ മുഴുവൻ മാറ്റിമറിച്ചുകൊണ്ട് നമ്മുടെ കരങ്ങളെ നിറയ്ക്കാൻ ദൈവം ശക്തനാണ്. വചനമനുസരിക്കുന്ന ഒരു ദൈവപൈതൽ, വചനമനുസരിക്കാത്ത കഴിഞ്ഞ രാത്രിയെക്കുറിച്ച് പത്രോസ് പറയുന്നു, കഴിഞ്ഞ രാത്രി മുഴുവൻ ഞാൻ അധ്വാനിച്ചൊന്നും കിട്ടിയില്ല. എന്നാൽ ആ ശൂന്യതകളുടെ നടുവിൽ ദൈവവചനം അനുസരിച്ചപ്പോൾ അവന്റെ പടക് നിറഞ്ഞു, വല നിറഞ്ഞു. ഇന്ന് രാത്രി ദൈവപൈതലെ വചനം പറയുന്നു, ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു ദൈവപൈതലിന് ഒരു പ്രതിഫലം ഉണ്ട്. 3-ാമതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്, ദൈവത്തിന് സ്തോത്രം, ദൈവവചനം അനുസരിക്കുന്ന ഒരു ദൈവപൈതലിന് ദൈവം സ്വസ്ഥത നൽകുന്നവനാണ്. 13-ാം അധ്യായത്തിന്റെ 14-ാം അധ്യായത്തിന്റെ ആ ഭാഗങ്ങൾ വായിക്കുമ്പോൾ 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, രാജ്യം അവന്റെ കീഴിൽ സ്വസ്ഥമായിരുന്നു. എത്ര വലിയ തിരമാലകൾ നിന്റെ ജീവിതത്തിന് നേരെ കടന്നു വന്നാലും നീ ദൈവവചനം അനുസരിക്കുന്ന ഒരു ദൈവത്തിലാണെങ്കിൽ ഇത്രത്തോളം വരാം, ഇത് കടക്കരുതെന്ന് പറഞ്ഞ തിരമാലകൾ അതിരിട്ട് നിന്റെ ജീവിതത്തിൽ സ്വസ്ഥത കൽപ്പിക്കുവാൻ ഇന്ന് രാത്രിയുടെ ദൈവം ശക്തനാണ്. തകർത്ത് കളയുമെന്ന് പറഞ്ഞുകൊണ്ട് മാനം മുട്ടെ കടന്നു വരുന്ന ഹുങ്കാര പ്രതാപത്തോടുകൂടെ അലറി വരുന്ന തിരമാലകളെ മുഴുവൻ ഒരു വര വരച്ച് ഇത്രത്തോളമേ വരാം, ഇത് കടക്കരുതെന്ന് പറഞ്ഞ് അതിരിട്ട് സൂക്ഷിക്കുന്നവനാണ് നമ്മുടെ ദൈവം. നിനക്ക് സ്വസ്ഥത നൽകുവാൻ എന്റെ ദൈവം ഇന്നു രാത്രി ശക്തനാണ്. മാത്രമല്ല, ദൈവവചനം അനുസരിക്കുന്ന ഒരു ദൈവവൈതലിന്റെ കൂടാരത്തിനകത്ത് നിരന്തരമായിട്ട് സന്തോഷം അലതല്ലുവാനിടയാകും. അതാണ് അതിന്റെ 15-ാം വാക്യത്തിൽ കാണാൻ കഴിയുന്നത്. 15-15 എല്ലാ യഹൂദ്യരും സത്യനിമിത്തം സന്തോഷിച്ചു. അവർ പൂർണ്ണ ഹൃദയത്തോടെ സത്യം ചെയ്ത് പൂർണ്ണ താല്പര്യത്തോടെ അവനെ അന്വേഷിച്ചതുകൊണ്ട് അവർ അവനെ കണ്ടെത്തുകയും യഹോവ അവർക്ക് ചുറ്റും വിശ്രമം നൽകുകയും ചെയ്തു. അപ്പോൾ ആ കൂടാരത്തിനകത്ത് ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം ഉയരുകയാണ്. അപ്പോൾ ഓർക്കുക, ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുന്ന ദൈവപൈതലിന് ദൈവം അവന്റെ കഷ്ടങ്ങളിൽ പൂർണ്ണ പിന്തുണ ദൈവം നൽകുവാനിടയാവും. മാത്രമല്ല, ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുന്ന ദൈവ പൈതലിന് ദൈവം പ്രതിഫലം നൽകുവാനായിട്ടിടയാവും. ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുന്ന ദൈവപൈതലിന്റെ കൂടാരത്തിനകത്ത് സന്തോഷം അലതല്ലുവാനിടയാകും. എല്ലാ അനുഗ്രഹങ്ങളും അവന്റെ കൂടാരത്തിൽ ദൈവം നൽകുവാനിടയാകും. ആശയുടെ ജീവിതയാത്രയിൽ ദൈവത്തിന്റെ മുഖം അന്വേഷിച്ചുകൊണ്ട് ഈ നന്മകളെല്ലാം അവന്റെ ജീവിതത്തിൽ അവന് ലഭിക്കാനായിട്ടിടയായി. എന്നാൽ ഇതേ ആശ തന്നെ പിന്നത്തേതില് ദൈവത്തിന്റെ മുഖം ഉപേക്ഷിച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഒരു പ്രത്യേക സാഹചര്യത്തില് അവന്റെ സഹോദരി രാജ്യമായ ആസ യഹൂദ രാജ്യം ഭരിക്കുമ്പോൾ തന്റെ സഹോദരി രാഷ്ട്രമായ ഇസ്രായേൽ രാജാവ് ബയശ യഹൂദയ്ക്ക് നേരെ വന്നപ്പോൾ അവൻ ആലയത്തിലെ നന്മകളെല്ലാം കൊണ്ടുപോയിട്ട് ദമ്മേശക്കിൽ വസിച്ച അരാൻ രാജാവായ ബെൻഗദദിന് കൊടുത്തയച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. എന്നോട് പറയുന്നു, എനിക്കും നിനക്കും എന്റെ അപ്പനും നിന്റെ അപ്പനും തമ്മിൽ സഖ്യത ഉണ്ടല്ലോ. ദൈവത്തിൽ ആശ്രയിച്ച കാലത്ത് അവന് യുദ്ധം വന്നപ്പോൾ അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ പോയി പ്രാർത്ഥിച്ചത്, ദൈവമേ, ബലവാനും ബലഹീനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ നീ അല്ലാതെ വേറെ ആരുമില്ല, മർത്യൻ പ്രബലനാകരുത് എന്നാണ്. എന്നാൽ ഇപ്പോൾ ദൈവത്തെ ഉപേക്ഷിച്ചപ്പോൾ അവൻ ചെയ്തത്, ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പകരം ജാതീയ രാഷ്ട്രങ്ങളുമായിട്ട് ഉടമ്പടിക്ക് അവൻ തയ്യാറാവുകയാണ്. ദൈവ സന്നദ്ധിയിൽ അവന് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് മാറുകയാണ്. രണ്ടാമതായിട്ട് ആസയുടെ ജീവിതത്തിലേക്ക് നാം കാണുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ദൈവത്തെ ഉപേക്ഷിക്കുക എന്ന് പറയുമ്പോൾ അവൻ ദൈവവചനത്തെയാണ് ഉപേക്ഷിച്ചത്.
ഈ ഒരു അവിശുദ്ധമായ കൂട്ടുകെട്ടിന് അവൻ പോകാൻ പാടില്ലായിരുന്നു. ഒരു ദൈവ പൈതൽ ആസയുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ മുഖം അന്വേഷിച്ചപ്പോൾ അവൻ മാത്രമല്ല, ദേശത്തുള്ള എല്ലാവരോടും അവൻ പറഞ്ഞു, നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മുഖം അന്വേഷിക്കണമെന്ന്. എന്നാൽ ഇവിടെ തന്റെ ജീവിതത്തിൽ അവൻ ദൈവത്തെ ഉപേക്ഷിച്ചപ്പോൾ, ദൈവവചനത്തെ ഉപേക്ഷിച്ചപ്പോൾ അവൻ ശത്രുവുമായിട്ട് കൂട്ടുകെട്ടുണ്ടാക്കുന്നു. ദൈവവചനത്തെ അവൻ ജീവിതത്തിൽ നിന്ന് തള്ളിക്കളയുവാനായിട്ട് ഇടയായി. മാത്രമല്ല, അവൻ ദൈവകൃപയിൽ നിന്നപ്പോൾ അവനോട് ദൂത് പറഞ്ഞ പ്രവാചകന്മാരോട് അവൻ വളരെ സന്തോഷമായിരുന്നു. ആ പ്രവാചകന്മാരോട് അവൻ വളരെ ദൈവികമായ ബഹുമാനത്തോടെ ഇടപെട്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. എന്നാൽ ദൈവത്തെ ഉപേക്ഷിച്ച സമയത്ത് അവനോട് ദൂത് പറഞ്ഞ പ്രവാചകനോട് അവൻ വളരെ ക്രൂദിച്ചു എന്നാണ് ദൈവവചനത്തിൽ കാണുന്നത്. 16:10 നാം വായിക്കുന്നപ്പോൾ ആസ ദർശകനോട് ക്രൂദിച്ച് അവനെ കാരാഗ്രഹത്തിലാക്കി എന്നാണ്. ഈ കാര്യനിമിത്തം അവനോട് ഉഗ്രകോപമുണ്ടായി എന്നാണ് ദൈവവചനത്തിൽ വായിക്കുന്നത്. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുന്ന, അരുളപ്പാടുകൾ അറിയിക്കുന്ന പ്രിയപ്പെട്ടവരോടുള്ള നമ്മുടെ മനോഭാവം എന്താണ്? ചിലപ്പോൾ നമ്മുടെ അല്പം നേരത്തേക്ക് നമുക്ക് വേദനയും പ്രയാസവും തരുന്ന ദൂതായിരിക്കും. അതൊന്നും നമ്മുടെ ദോഷത്തിന് വേണ്ടിയല്ല, നന്മയ്ക്ക് വേണ്ടിയാണ്. എന്നാൽ ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുന്ന ഒരു ദൈവപൈതൽ ഏത് വചനത്തിനുമ്പിലും സന്തോഷിക്കും, ഏത് വചനത്തിനുമ്പിലും ആനന്ദിക്കും. എന്നാൽ ദൈവത്തെ ഉപേക്ഷിച്ചൊരു ദൈവപൈതൽ ദൈവവചനം പ്രസംഗിക്കുന്നവരോട് പലപ്പോഴും ക്രോധിക്കുവാനും അവരെ കാരാഗ്രഹത്തിന് തത്തുല്യമായ അനുഭവത്തിലിടാനും ഇടയായിത്തീരും. നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടോ എന്ന് ഇന്ന് രാത്രി ഒന്ന് ശോധന ചെയ്ത് മടങ്ങി വരേണ്ട അനുഭവം ഉണ്ടെങ്കിൽ മടങ്ങി വരുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഓർപ്പിക്കുകയാണ്. അപ്പൊ ദൈവത്തിന്റെ വചനം ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? സ്തോത്രം. ദൈവത്തെക്കാൾ കൂടുതലായിട്ട് ജാതീയമായ ശക്തിയിൽ ആശ്രയിക്കുക. രണ്ടാമതായിട്ട് ദൈവവചനത്തിൽ നിന്ന് വ്യതിചലിച്ച് യാത്ര ചെയ്യുക. മൂന്നാമതായിട്ട് ദൈവവചനം അറിയിച്ചവരെ അവരോട് ക്രൂദിക്കുകയും അവരെ കാരാഗ്രഹത്തിൽ അടയ്ക്കുകയും ചെയ്യുക. ഇത് ആസയുടെ ജീവിതത്തിൽ സംഭവിക്കാനിടയായി. ആസ ദൈവത്തിൽ ആശ്രയിച്ചപ്പോൾ ദൈവം അവനോട് കൂടെയിരുന്നു. ആസ ദൈവത്തെ ഉപേക്ഷിച്ചപ്പോൾ ദൈവം അവനെയും ഉപേക്ഷിച്ചു. അതാണ് ആസയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ദൈവത്തെ അവൻ ഉപേക്ഷിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ സന്നദ്ധിയിൽ നിന്ന് ദൈവം അവനെ ഉപേക്ഷിപ്പാനിടയായി. ദൈവത്തിന്റെ സന്നദ്ധിയിൽ നിന്ന് ദൈവത്തെ ഉപേക്ഷിക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കുന്ന ചില ഭാഗങ്ങളുണ്ട്. 16:7 മുതലുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ ദൈവം തന്റെ ദാസന്മാരെ അയച്ച് അവിടുന്ന് നമ്മോട് ഇടപെടുവാനിടയാകും. അവിടെ ദൈവത്തിന്റെ വചനം ഉപേക്ഷിച്ചപ്പോൾ ഒരു പ്രവാചകനെ ദൈവം അയക്കുവാനിടയായി. ആ പ്രവാചകന്റെ ശബ്ദം ആസ കേൾക്കുവാനിടയായില്ല. പ്രവാചകന്റെ ശബ്ദം കേൾക്കാതെ വന്നപ്പോൾ അടുത്തതായിട്ട് ദൈവം ചെയ്തത് യുദ്ധങ്ങൾ അവന്റെ ജീവിതത്തിലേക്ക് അയച്ചു. ആ യുദ്ധങ്ങൾ അവന്റെ ജീവിതത്തിൽ വന്നപ്പോൾ അവനെ മടങ്ങി വരാമായിരുന്നു. അവിടെ അവൻ മടങ്ങി വന്നില്ല. മൂന്നാമതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, അവന് രോഗം വരുവാനിടയായി. പിന്നത്തേതിൽ അവൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാനിടയായി. അപ്പോൾ ഓർക്കുക, ദൈവത്തെ ഉപേക്ഷിച്ചപ്പോൾ ദൈവം അവന്റെ ജീവിതത്തിലേക്ക് ഒന്നിനു പുറകെ മറ്റൊന്നായി പല പ്രശ്നങ്ങൾ അയക്കുവാനിടയായി. അവന്റെ ജീവിതത്തിൽ മാനസാന്തര അനുഭവത്തിലേക്ക് വരുവാൻ പ്രവാചകന്മാരെ ദൈവം അയച്ചു. പിന്നെ ചില യുദ്ധങ്ങൾ അവന്റെ ജീവിതത്തിലേക്ക് അയച്ചു. ഏറ്റവും ഒടുവിൽ അവൻ രോഗിയായി. ആ രോഗത്തോടുകൂടെ അവൻ വൈദ്യന്മാരിൽ ആശ്രയിച്ച് പിന്നത്തേതിൽ അവൻ ഇഹത്തിൽ നിന്ന് കടന്നു പോകുവാനിടയായി. പ്രിയ ദൈവമക്കളെ, ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ രാത്രിയിൽ നമ്മുടെ ഭൗതിക ജീവിതത്തിൽ ഉയർച്ച തരുന്ന ഒരു സന്ദേശമല്ല ഞാൻ പറഞ്ഞതെന്ന് എനിക്ക് പൂർണ്ണ നിശ്ചയമുണ്ട്. പക്ഷേ നമ്മുടെ ആത്മീക ജീവിതത്തെ ഉടച്ചു വാർക്കുന്ന ഒരു സന്ദേശം ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന് നമ്മോട് സംസാരിക്കാൻ പ്രസാദമായി. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുക. ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഉപവാസ പ്രാർത്ഥനയെ പോയി സംബന്ധിക്കുന്ന മാത്രമല്ല, ഒരു ആരാധനയെ സംബന്ധിക്കുന്ന മാത്രമല്ല, ദൈവരാജ്യത്തിന്റെ വ്യാപനത്തിലൂടെ എന്തെങ്കിലും നന്മ നൽകുന്നത് മാത്രമല്ല, അതിനേക്കാൾ ഉപരിയായി ആഴമായിട്ടുള്ള രൂപാന്തരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതാണ് ആസയുടെ ജീവിത യാത്ര നമ്മെ ഓർപ്പിക്കുന്നത്. അവൻ ദൈവത്തിന്റെ മുഖം അന്വേഷിച്ചപ്പോൾ അവന്റെ ജീവിതത്തിൽ അവന് ദൈവത്തിന്റെ സന്നദ്ധിയിൽ ദൈവത്തിന്റെ വചനത്തെ അവനെ ഉയർത്തി. ദൈവത്തിന് സ്തോത്രം. അവൻ പാപത്തിൽ നിന്ന് വേർപെട്ടു. മാത്രമല്ല, പാപം വരാനുള്ള വഴികളെ അവന്റെ ജീവിതത്തിൽ അവൻ കോട്ട കെട്ടി തടഞ്ഞു. അവന് സൈന്യം ഉണ്ടായിരുന്നെങ്കിലും ദൈവത്തിൽ അവൻ ആശ്രയിച്ചു. ഏറ്റവും ഒടുവിലായി ദൈവത്തെ അവൻ ആരാധിച്ചു. ഇത്രയും കാര്യങ്ങൾ അവൻ ചെയ്തപ്പോൾ ദൈവം അവന്റെ കഷ്ടതയിൽ അവനോട് കൂടെയുണ്ടായിരുന്നു. സ്തോത്രം. ശത്രുക്കളുടെ മുമ്പാകെ ദൈവം അവന് ജയം നൽകി. ദൈവം അവന് പ്രതിഫലം നൽകുവാനായിട്ടിടയായി. ദൈവം അവന് ആനന്ദം നൽകി. അവന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടു. എന്നാൽ പിന്നത്തേതിൽ ദൈവത്തെ അവൻ ഉപേക്ഷിച്ചു. ദൈവത്തെ അവൻ ഉപേക്ഷിച്ചപ്പോൾ ദൈവവും അവനെ തള്ളിക്കളയുവാനിടയായി. അവൻ ശത്രുക്കളുടെ മുമ്പിൽ അവകാശനായി തീരുവാനിടയായി. ഇന്ന് രാത്രി പൂർണ്ണ മനസ്സോടെ നാം ദൈവത്തെ അന്വേഷിക്കുന്നെങ്കിൽ അവന്റെ മഹത്വം കാണുവാനിടയാകും. ഒരു തരത്തിലും ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിക്കുകയില്ല.
ഇന്ന് രാത്രി ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുകയാണ്, എന്റെ മുഖം അന്വേഷിപ്പീൻ എന്ന ദൈവത്തെങ്കിൽ എന്നൊരു കൽപ്പന. ദൈവകരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കാം. കർത്താവേ, അങ്ങ് തരുന്ന ഓരോ നിമിഷവും, ഓരോ ദിവസവും, ഓരോ കാലഘട്ടവും അങ്ങയുടെ മുഖം അന്വേഷിച്ച് അങ്ങയുടെ പാതകളിലൂടെ പ്രയാണം ചെയ്യുവാൻ ഞാനിതാ എന്നെ സമർപ്പിക്കുന്നു. അതിനായിട്ട് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ആശയുടെ ജീവിതത്തിന്റെ ആരംഭ നാളുകളിൽ പൂർണ്ണ ഹൃദയത്തോടെ അവൻ ദൈവത്തിൽ ആശ്രയിച്ചതുപോലെ നമ്മുടെ ജീവിതയാത്രയിലും നമുക്ക് ഈ നല്ലവനായ കർത്താവിൽ ആശ്രയിക്കാം. ഭൗതിക നന്മ കൊണ്ട് ഉയർന്ന ശലോമോനേക്കാൾ ദൈവം ചമയിച്ച താമര ശ്രേഷ്ഠമായതുപോലെ ഇന്ന് രാത്രി മുമ്പേ ദൈവത്തിന്റെ രാജ്യം അന്വേഷിക്കുന്ന, നീതി അന്വേഷിക്കുന്ന ദൈവവൈതലിനെ താമരയെ ചാരുതയിലേക്ക് ഉയർത്തിയതുപോലെ, ചമയിച്ചതുപോലെ നമ്മയും നമ്മുടെ ദൈവം ചമയിക്കും. ആ തൃക്കരങ്ങളാൽ നമ്മുടെ ജീവിതയാത്ര ധന്യമായി തീരുവാൻ അവിടുത്തെ കരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കാം. ഇങ്ങനെ ഒരു അവസരം എനിക്ക് നൽകി തന്ന ഒക്കലഹോമ പ്രെയർ ലൈനോടുള്ള പ്രത്യേകമായിട്ടുള്ള സന്തോഷവും സ്നേഹവും ഞാൻ ഇത്തരണത്തിൽ അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് മൈ ബ്ലസ് യു. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ഹല്ലേലൂയ. ഇന്ന് രാത്രി കാലം സ്വർഗീയ ദൂതാവുന്നു നാം കേട്ടത്. ഹല്ലേലൂയ. എന്റെ മുഖം അന്വേഷിപ്പീൻ എന്ന് കൽപ്പന പുറപ്പെടുവിച്ചു. ഹല്ലേലൂയ. മഹാദൈവത്തിന്റെ കൽപ്പന. അവിടുത്തെ മുഖം ഹല്ലേലൂയ ഇടപെടാതെ ദൈവത്തിന്റെ മുഖത്ത് നോക്കുവാനും ഹല്ലേലൂയ നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ ദൈവത്തോട് അപേക്ഷിപ്പാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്തോത്രത്തോടെ പിതാവിനോട് അപേക്ഷിക്കത്തില് വേണ്ടതെന്ന് അരുളി ചെയ്ത മഹാദൈവത്തിന്റെ സന്നിധിയിൽ ഏത് പ്രതികൂലത്തിന്റെ ശക്തികൾ നമുക്ക് നേരെ കടന്നു വന്നാലും ഹല്ലേലൂയ നമ്മെ രക്ഷിപ്പാനും വിടുവിപ്പാനും സഹായിപ്പാനും നമ്മുടെ കർത്താവ് മാത്രമാകുന്നു. ഹല്ലേലൂയ. ആ പാട്ട് പാടിയത് തന്നെ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ ആ വലിയ നടത്തിപ്പിലാവുന്ന ആ പാട്ട് പോലും കർത്താവിന്റെ ദാസി പാടിയത്. ഇസ്രായേലിൻ രാജാവേ, ഇസ്രായേലിനൊരു ദൈവമുണ്ട്. ഓ, ഭൂമി ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട്. മറ്റുള്ളതൊക്കെയും സാത്താന്യ ശക്തികളാവുന്നു എന്ന് വാസ്തവമായി മനസ്സിലാക്കിക്കൊണ്ട് ഓ ഹല്ലേലൂയ രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കാതെ യഹോവയിൽ ആശ്രയിക്കുക മാത്രം ചെയ്യുക. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ഭക്തൻ പലരെ എടുത്ത് ഹല്ലേലൂയ ചൂണ്ടിക്കാണിച്ചു. ഹല്ലേലൂയ. ഊടജ ഹംദന റിബജല ബൗശാലബ സംദര റബജല. ഓ, ശത്രുക്കൾ നമുക്ക് നേരെ ഹല്ലേലൂയ അണിനിരക്കുമ്പോൾ രഥങ്ങളിലും കുതിരകളിലും ആയുധങ്ങളിലും അല്ല നാം ആശ്രയിക്കേണ്ടത്. നമ്മുടെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയാൽ അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി മാറി. അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. ഈ എളിയ നിലവിളിച്ച് യഹോവ കേട്ടു. ഹല്ലേലൂയ. നമ്മളെ വിടുവിപ്പാൻ നമ്മുടെ ജീവകാലം മുഴുവൻ ഈ ഭൂമി ജീവിക്കുന്നിടത്തോളം കാലം കർത്താവിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ നാം ചേർക്കപ്പെടുന്ന സമയം വരെയും നമ്മുടെ ദൈവത്തിൽ ആശ്രയിപ്പാൻ, യഹോവയിൽ ആശ്രയിച്ച് യഹോവ തന്നെ ആശ്രയമായിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ആ വലിയ ഭാഗ്യ പദവിയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. ദൈവഭക്തനായ ദാവീദ് ഹല്ലേലൂയ എത്രമാത്രം ഹല്ലേലൂയ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് ദൈവം വിടുവിച്ചു. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. എണ്ണിയ തീരാത്ത പോലെ ദൈവത്തിന്റെ പ്രവൃത്തികൾ ഹല്ലേലൂയ ദാവീദിന്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ചു. ഹല്ലേലൂയ. അതുപോലെ ഹല്ലേലൂയ ആസാ രാജാവിനെ കുറിച്ച് ഭക്തൻ നമ്മളെ ഓർമ്മിപ്പിച്ചു. ഹല്ലേലൂയ. യഹോവയ്ക്ക് പ്രസാദകരമായത് ചെയ്യുവാൻ തക്കവണ്ണം, ദൈവത്തിന്റെ വഴിയിൽ നടക്കുവാൻ തക്കവണ്ണം, ദൈവത്തെ ഭയപ്പെടുവാൻ തക്കവണ്ണം, ദൈവ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം ഹല്ലേലൂയ ദൈവത്തെ ആരാധിക്കുന്നതിന്, എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ, ജനത്തെ ദൈവത്തിങ്കിലേക്ക് നടത്തുന്നതിലൊക്കെയും ദൈവം പ്രസാദിക്കുന്ന ദൈവമാവുന്നു. ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം. നാമും നമ്മുടെ കുഞ്ഞുങ്ങളും തലമുറകളായി ചെയ്യേണ്ട ശുശ്രൂഷകൾ ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കണം, നമ്മുടെ ദൈവത്തെ എങ്ങനെ ഹല്ലേലൂയ അനുസരിക്കണം. ഹല്ലേലൂയ. ദൈവത്തെ അനുസരിച്ചാൽ അനുഗ്രഹം നിശ്ചയമാവുന്നു. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ നമ്മുടെ കർത്താവിന്റെ ജനനത്തിങ്കൽ പോലും ശത്രു തകർക്കുവാൻ നോക്കിയ സന്ദർഭങ്ങൾ പോലും ഉണ്ടായി. ഹല്ലേലൂയ. ഓ, സ്തോത്രം. നാം മനുഷ്യപ്പൊടികളായ നമ്മൾ ഈ ഭൂമിയിൽ നാം നമ്മുടെ കുഞ്ഞുങ്ങളും ജീവിക്കുമ്പോൾ ശത്രുക്കൾ നമ്മളെ തകർക്കുവാൻ, ഭൂമി നമ്മളെ ഇല്ലാതാക്കുവാൻ നോക്കുമ്പോൾ അതിന്റെ മധ്യത്തില് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവപൈതലിനെ ദൈവം ദൃഷ്ടി വെച്ച് ആലോചന തന്ന് നമ്മെ വിടുവിക്കുന്ന ദൈവമാകുന്നു. ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം. ഹെരോദാവ്
പൈതലിനെ ഹല്ലേലൂയ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കുവാൻ നോക്കുന്നത് ഹല്ലേലൂയ പിതാവായ ദൈവം കണ്ടുകൊണ്ട് ഹല്ലേലൂയ ദൂതനെ അയച്ച് ഹല്ലേലൂയ ഓ സ്തോത്രം സ്തോത്രം യോസേപ്പിനോടും മറിയോടും ഹല്ലേലൂയ കൽപ്പിക്കാവുന്ന ഹല്ലേലൂയ പൈതലിനെയും കൂട്ടി ഹല്ലേലൂയ മിസ്രൈമിലേക്ക് പോകാം. അവന്റെ കാലം കഴിഞ്ഞതിന് ശേഷമാകുന്ന പൈതലുമായിട്ട് ഹല്ലേലൂയ യുഡാലക സംധരബജലബക്ഷാലവ ഈ രാത്രികാലം നാം ഹല്ലേലൂയ നമ്മളെ കേൾപ്പിച്ചതായിട്ടുള്ള ആലോചനയുടെ മുമ്പിൽ ഹല്ലേലൂയ നമ്മളെ താഴ്ത്തി ഏൽപ്പിച്ച് ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന്റെ മുഖം അന്വേഷിക്കാം, ദൈവ വഴിയിൽ നടക്കാം, ദൈവ ഇഷ്ടം ചെയ്യാം, ദൈവത്തിന് വേണ്ടി ജീവിപ്പാൻ, ദൈവ ഇഷ്ടം ചെയ്യുവാൻ, ദൈവത്തെ ഭയപ്പെടുവാൻ, ദൈവത്തെ ആരാധിപ്പാൻ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇടയായിത്തീരട്ടെ. അനേകരെ ദൈവത്തിങ്കിലേക്ക് നടത്തുവാൻ തൊക്കെ നമുക്ക് ഇടയായിത്തീരട്ടെ. രാത്രികാലം ഭജനത്തിന്റെ വാതില ദൈവഭക്തനെ തുറന്നു കൊടുത്തുവല്ലോ. ഹല്ലേലൂയ ഒരു താമരയെ കുറിച്ച് ദൈവഭക്തൻ നമ്മെ ഓർമ്മിപ്പിച്ചു. ഹല്ലേലൂയ ശലോമോന്റെ ഹല്ലേലൂയ മുമ്പോട്ടുള്ള നീക്കങ്ങൾ ഹല്ലേലൂയ 2 പ്രാവശ്യം ശലോമോന് മഹാരാജാവ് പ്രത്യക്ഷമായിട്ടും ഒടുക്കം വന്നപ്പോൾ ഹല്ലേലൂയ ദൈവ വഴി വിട്ട് ഹല്ലേലൂയ ഓ സ്തോത്രം സ്തോത്രം തന്റെ ജീവിതം ഹല്ലേലൂയ ഊടജാലക സംതലറബജല അന്യ ദൈവങ്ങളിലേക്കും അന്യാരാധനയിലേക്കും ഹൃദയങ്ങളെ ശത്രുക്കളുടെ ഹല്ലേലൂയ കയ്യില് ഹല്ലേലൂയ അകപ്പെടുവാൻ തക്ക ഇടയായി തീർന്നുവല്ലോ. ശത്രുവായും ദുഷ്ടനായവനും ഹൃദയത്തെ വശീകരിച്ചുവല്ലോ. ഹല്ലേലൂയ നമ്മളെ നമ്മുടെ കുഞ്ഞുങ്ങളുടെയും ഹൃദയങ്ങളെ വശീകരിപ്പാൻ ശത്രുവായും കടന്നു വരുമ്പോൾ കോട്ട കെട്ടി ഹല്ലേലൂയ ഓ സ്തോത്രം 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 നാം ഹല്ലേലൂയ വരുന്നതായ വഴികളൊക്കെയും അടയ്ക്കേണ്ടത് ആവശ്യമായിരിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് ദൈവഭക്തൻ നമ്മളെ ഓർമ്മിപ്പിച്ചു. ഹല്ലേലൂയ അവൻ വരുന്ന വഴികളൊക്കെ മനസ്സിലാക്കി പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവനും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരുമായി ഹല്ലേലൂയ നമുക്ക് മുന്നേറാം. ദൈവ വഴി ഓ മാത്രം നോക്കിക്കൊണ്ട്, ദൈവ ഇഷ്ടം മാത്രം നോക്കിക്കൊണ്ട് ദൈവം നമ്മെ വിടുവിക്കുവാൻ ശക്തനായ ദൈവമാകുന്നു. നമുക്ക് യുദ്ധം നേരിട്ടാലും നിർഭയമായി വസിക്കുവാൻ തക്കൊണ്ട് ഇടയായി തീരും. ഹല്ലേലൂയ സ്തോത്രം ജുഡാലക സംതല റബജല ബൗക്ഷാലമ നമ്മളെ താഴ്ത്തി ഏൽപ്പിക്കാൻ നമ്മളെ കേൾപ്പിച്ച വിലപ്പെട്ട ആലോചനയുടെ മുമ്പിൽ ഹല്ലേലൂയ അവൻ ഊടാടി സഞ്ചരിക്കുന്നവൻ, ശത്രുവായവൻ, സാത്താനായവൻ, സംഹാരകൻ, മരണദൂതൻ ഹല്ലേലൂയ ഊടാടി സഞ്ചരിക്കുന്ന അന്ധകാരത്തിന്റെ ശക്തികൾ നമ്മെ നമ്മുടെ കുഞ്ഞുങ്ങളെ എന്തുകൊണ്ടാകണം? ദൈവത്തിന്റെ കരങ്ങൾ മാത്രമാണ് നമ്മളെ മറച്ച് ഒളിപ്പിക്കുന്ന ഈ ലോക സൃഷ്ടിയിൽ നിന്ന്. ഇത് ദുഷ്ടലോകമാണ്, പാപലോകമാണ്. ഹല്ലേലൂയ പാപത്തിലേക്ക് ഹല്ലേലൂയ ഒരു രീതിയിലും വഴുതി പോകുവാൻ തക്കവണ്ണം ഇടയായി തീരരുത്. ഹല്ലേലൂയ സ്തോത്രം ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും നമ്മുടെ കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു. ഓ മനുഷ്യൻ കണ്ണുകളിനെ കാണുന്ന യഹോവയോ നമ്മുടെ ഹൃദയത്തെ ശോധനയെ അറിഞ്ഞിരിക്കുന്ന ദൈവമാവുന്ന ഹല്ലേലൂയ നമ്മുടെ ഹൃദയം പൂർണ്ണമായ ദൈവത്തോടെ പറ്റി പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ നമ്മുടെ കർത്താവിനെ സ്നേഹിച്ച് അവിടുത്തെ ഇഷ്ടം ചെയ്ത് അവിടുത്തെ മുഖം അന്വേഷിച്ച് നമുക്ക് മുന്നേറാം. ഒരു സ്നേഹിതന് സംസാരിക്കുന്നത് പോലെ ദൈവം മോശയോട് സംസാരിച്ചു. ചെങ്കടലിന്റെ മുമ്പിൽ ജനവുമായി കടന്നു വന്നു. ഹല്ലേലൂയ മോശയ്ക്ക് ഹല്ലേലൂയ ലഭിച്ച വെളിപ്പാട് എത്ര ഭയങ്കരമായിരുന്നു. ഹല്ലേലൂയ ഏതൊരു വിഷയമുണ്ടെങ്കിലും ദൈവമുഖത്തേക്ക് നോക്കുന്നതായ മോശ ദൈവത്തിങ്കിലേക്ക് നോക്കി ഹല്ലേലൂയ കരഞ്ഞതായ മോശയോട് ദൈവത്തിന്റെ അരുളപ്പാട്, മോശേ നിന്റെ കയ്യിലിരിക്കുന്ന വടി ഹല്ലേലൂയ പ്രാർത്ഥനയാകുന്ന വടി നീട്ടുക. ഇന്ന് രാത്രികാലം ഏത് ചെങ്കടലിനെയും വിഭാഗിക്കുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് അധികാരം ഫുൾ അതോറിറ്റി തന്നിട്ടുണ്ട്. ദൈവമക്കളെ കരങ്ങൾ നീട്ടുവാൻ, പ്രാർത്ഥനയാവുന്ന വടി നീട്ടുവാൻ ജുഡാജലക സംതരബജല റീപരവല ഭക്ഷാലവ ഓ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഇന്ന് രാത്രികാലം നമ്മളെ താഴ്ത്തി ഏൽപ്പിക്കാം. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. ദൈവത്തിനെ പിന്നെയും ദൈവം കരങ്ങളെടുത്ത് വിലപ്പെട്ട ദൈവത്തിന്റെ ആലോചന ലോകത്തിലുള്ള സകല ജനങ്ങളെ അറിയിക്കുവാൻ 10,000-ങ്ങളെ ഹല്ലേലൂയ കർത്താവിലേക്ക് നേടിയെടുക്കുവാൻ തക്കവണ്ണം കരങ്ങളെടുത്ത് ഉപയോഗിപ്പാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പാസ്റ്റർ ടോമി ജോസഫിനെയും നമുക്കൂടെ വാഴ്ത്ത് പ്രാർത്ഥിക്കാം. ദാസന് അടുത്ത ദിവസങ്ങളിൽ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം സംസാരിപ്പാൻ ദൈവം കരങ്ങളെടുത്ത് ഉപയോഗിപ്പാൻ ദൈവത്തിന്റെ വിശുദ്ധന്മാരെ എല്ലാം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. സ്വർഗപിതാവേ, പുനഃപുത്രനായ കർത്താവാം ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, നന്ദിയുള്ള ഹൃദയത്തോടെ തിരുമേനിക്ക് സ്തോത്രം സ്തോത്രം സ്തോത്രം. രാത്രികാലം അതുങ്ങളെ കേൾപ്പിച്ചതായിട്ടുള്ള വിലപ്പെട്ട ആലോചനകൾക്ക് നന്ദിയോടെ സ്തോത്രം. അതുങ്ങളെ ഉറപ്പിക്കുന്ന അവിടുത്തെ വിലപ്പെട്ട സത്യങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അതുങ്ങളെ ഓർമ്മിപ്പിച്ചല്ലോ നാഥ. ഇടത്തോടെ വലത്തോടെ നോക്കാതെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായി യേശു ക്രിസ്തുവിനെ മാത്രം നോക്കി അതുങ്ങളുടെ കുഞ്ഞുങ്ങൾ തലമുറകളായി യാത്ര തുടരുവാൻ
ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. കുതിരകളിലും രഥങ്ങളിലും ഒന്നും ആശ്രയിപ്പാൻ ഇടവരരുത്. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ എന്തെല്ലാം തന്നാലും അതിലൊന്നും മനസ്സ് വെക്കുവാൻ ഇടവരരുത് എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. അവിടുന്ന് ഹല്ലേലൂയ നിങ്ങളെ ജയോത്സവമായി നടത്തുവാൻ വിശ്വസ്തനായ ദൈവമാകുന്നു. ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് വാസ്തവമായി ജനത്തിന് വെളിപ്പെടുത്തി കൊടുക്കുവാൻ തക്കവണ്ണം ദാസന്മാർ ദാസിമാർ നിങ്ങളെല്ലാം അവിടുന്ന് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുമേനിക്കിണങ്ങി ആയുധങ്ങളാക്കി കാര്യങ്ങളെടുത്ത് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് ഏലിയാവ് ഹല്ലേലൂയ വെളിപ്പെടുത്തി. ഹല്ലേലൂയ സ്തോത്രം. തീ കൊണ്ട് ഉത്തരമറിയുന്ന ഒരു ദൈവമുണ്ടെന്ന്. ജുഡാലക സംതലറബജല വിഗ്രഹാരാധികൾ അന്യദൈവങ്ങളെ വിളിക്കുന്നവര് ദൈവമേ ദിവസങ്ങളിൽ വിഗ്രഹങ്ങളെ ഉടച്ചു കളയുവാൻ പ്രാർത്ഥിക്കുന്നു. ഓ സ്തോത്രം സ്തോത്രം. പ്രേരണ കടന്നു വന്നിരിക്കുന്ന എല്ലാ മക്കൾക്കായി സ്തോത്രം. എല്ലാവരെയും തിരുനാമത്തിൽ പ്രേരണ നടത്തുന്ന മക്കൾക്കായി അവിടുന്ന് നാമത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. രാത്രി സുഖവർത്തങ്ങൾ തരണം. പ്രഭാതത്തില് അവിടുത്തെ വിലയേറിയ മുഖശോഭ നന്ദി കരയേറ്റുവാൻ സഹായിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തില് ഭജന ശുശ്രൂഷിച്ച ദൈവഭക്തരെയും ടോമി ജോസഫിനെയും പ്രേരണയിൽ കടന്നു വന്നിരിക്കുന്ന മക്കളെയും പ്രേരണയിൽ നടത്തുന്നവരെയും ഭൂലോത്സവ വിശുദ്ധന്മാരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ മാനവും മഹത്വവും അർക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വമില്ല. ഇവിടുത്തായിട്ട് പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം സ്തോത്രം സ്തോത്രം. ഇസ്രായേൽ മക്കൾക്കായും സ്തോത്രം. യെരൂശലേമിന്റെ സമാധാനത്തിനായും പ്രാർത്ഥിക്കുന്നു. പെട്ടെന്നുള്ള മരണത്തിൽ അപകടത്തിൽ ആപത്തിൽ നിന്ന് എല്ലാ മക്കളെയും വിടുവിക്കണം. കാർ അപകടങ്ങൾ, അനർത്ഥങ്ങൾ, നിയമേഹാലില്ല ധനനഷ്ടങ്ങൾ ഒന്നും ഒരു ഫലം ആർക്കും ഉണ്ടാകാതെ വണ്ണം സമാധാനവും സന്തോഷവും സ്വസ്ഥതയും സമൃദ്ധിയായിട്ട് രാത്രിയിലും പകരുന്നതുകൊണ്ട് സ്തോത്രം സ്തോത്രം സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഏറ്റവും താഴ്മയോടെ അപേക്ഷിക്കുന്നു. ദയുണ്ടായി കേൾക്കണമേ ജീവനുള്ള പിതാവേ. ആമേൻ. പിതാപുത്ര പരിശുദ്ധാത്മാവാൻ പ്രിയ ദൈവത്തിന്റെ വിലപ്പെട്ട സാന്നിധ്യം ദൈവജനം ശുശ്രൂഷിച്ച ദൈവഭക്തരോടും പാസ്റ്റർ യോസഫ് കുടുംബത്തോടും വലിയ നടന്ന മക്കളോടും പ്രേരണി കടന്ന എല്ലാ അവിടുത്തെ മക്കളോടും ഭൂലോട്ട് സകല വിശുദ്ധന്മാരോടും കൂടെ ഇന്ന് വന്ന നീക്കം കർത്താവിന്റെ രണ്ടാമത്തെ മേഘ പ്രത്യക്ഷത വരെ എപ്പോഴും കൃപയും സാന്നിധ്യവും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ ആമേൻ ആമേൻ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് us all. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. ഇന്ന് രാത്രികാലം അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ തക്കണം കർത്താവ് നമ്മെ സഹായിച്ചുവല്ലോ. പതിവ് പോലെ നാം ചൊവ്വാഴ്ചകൾ ദൈവത്തിന്റെ വചനം പഠിക്കുവാനായി വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് നാം സാധാരണയായി പഠിക്കുന്നതാണ്. എന്നാൽ ഇന്ന് രാത്രികാലം കർത്താവിന്റെ ദാസൻ പാസ്റ്റർ തോമസ് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് അനുഗ്രഹമായി പഠിപ്പിക്കുവാൻ തക്കോണം കർത്താവ് നമ്മെ സഹായിച്ചോർത്തോണം ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രത്യേക കർത്താവിന്റെ ദാസൻ പാസ്റ്റർ തോമസിനുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. പ്രിയ പാസ്റ്റർ ടോമി ജോസഫിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദാസനെ ആരോഗ്യത്തോടെ ബലത്തോടെ കർത്താവ് അടുത്ത ദിവസം നമ്മുടെ മധ്യത്തിൽ ശുശ്രൂഷയ്ക്കായിട്ട് ഉപയോഗിക്കട്ടെ. നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. തന്റെ ശുശ്രൂഷകളെ അവിടെയുള്ള സഭയെ ഓർത്തുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രികാലം പ്രയർ ലൈനിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഈ സെഷൻ ലീഡിയതായ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ എബ്രഹാം മത്തായുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. ദാസനെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. മനോഹരമായ ഗാനം പാടിയതായ സിസ്റ്റർ ബീന മാത്യുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുന്നവരായി ആ ഒരു ഗണത്തിലായിരിക്കാൻ തക്കണം നമ്മെ തന്നെ ദൈവങ്ങൾ സമർപ്പിക്കാം. വചനത്തിന് മുമ്പിൽ നമ്മെ താഴ്ത്തി ഏൽപ്പിക്കാം. അനുഗ്രഹിക്കപ്പെട്ട വചനം രാത്രികാലം നമുക്കത് ഏറ്റെടുത്തുകൊണ്ട് കർത്താവിന് വേണ്ടി ജീവിപ്പാൻ ദൈവത്തിന് നമ്മെ തന്നെ സമർപ്പിക്കാം. താങ്ക് യു. ഹാവ് എ ബ്ലസ്ഡ് നൈറ്റ്. രാവിലെ വീണ്ടും 5 മണിക്ക് നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയുണ്ടല്ലോ. അതിനായിട്ട് നമുക്ക് ഒരുമിച്ച് കൂടി വരാം. ദൈവമായ കർത്താവ് നമ്മെ അതിനെ സഹായിക്കട്ടെ. നാളെ രാത്രികാലം ദൈവത്തിന്റെ വചനം പഠിക്കുവാനായിട്ട് വീണ്ടും 9 മണിക്ക് ബൈബിൾ സ്റ്റഡിയായി നമുക്ക് കടന്നു വരാം. ദൈവമായ കർത്താവ് അതിനായിട്ട് നമ്മെ സഹായിക്കട്ടെ. നന്ദിയോടെ സ്തോത്രം. നാളെ വൈകിട്ട് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഇവാഞ്ചലിസ്റ്റ് ഫിന്നി ജേക്കബ് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നതായിരിക്കും. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി